PM ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ എന്താ റിസ്ക് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചാണല്ലേ. റിസ്ക് റിട്ടേൺ തമ്മിലുള്ള റിലേഷൻ എന്താണ് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവാ നെഗറ്റീവാ? ഒരു ഇൻവെസ്റ്റർ റിസ്ക് എടുക്കുകയാണെങ്കിൽ ആൾക്ക് കൂടുതൽ എന്ത് കൊടുക്കണം? റിട്ടേൺ കൊടുക്കണം. തീരെ റിസ്ക് എടുക്കണമെങ്കിൽ നമ്മളെ കമ്പനി കുറച്ച് എന്ത് കൊടുത്താൽ റിട്ടേൺ കൊടുത്താൽ മതി എന്നുള്ളതല്ലേ. ഓക്കെ, ഒരു കമ്പനിക്ക് കോസ്റ്റ് ആണെങ്കിൽ ഇൻവെസ്റ്ററിന് എന്താ കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റർ നമ്മൾ നമ്മളെ കമ്പനിയിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾക്ക് തിരിച്ച് അങ്ങോട്ട് എന്താ കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ്. നമ്മളെ കയ്യിൽ നിന്ന് ഫണ്ട് അങ്ങോട്ട് പോകുകയല്ലേ. അപ്പോൾ നമുക്ക് കോസ്റ്റാണ്. ആസ് എ ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ എന്താണ് ആൾക്ക് എന്ത് കിട്ടുകയാണ്? റിട്ടേൺ കിട്ടുകയാണ്. അത് ബേസ് ആയിട്ട് അറിയാലോ. അപ്പോൾ ഇത് ഈ ടോപ്പിക് എന്താ റിസ്ക് റിട്ടേണും അല്ലേ. അപ്പോൾ ആദ്യം എന്താ റിസ്ക് എന്ന് പഠിക്കും, പിന്നെ എന്താണ് റിട്ടേൺ എന്നുള്ളത് പഠിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ടോപ്പിക്ക് ഇപ്പോൾ എന്താണ് നമ്മൾ ഏതിനെ പറ്റിയിട്ട് പറയുന്നത്? റിസ്ക് ആണല്ലേ. ഓക്കെ, എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അൺസർട്ടനിറ്റി അബൌട്ട് ഫ്യൂച്ചർ ഔട്ട്കം എന്ന് പറയാം. അതായത് എന്തിനെ പറ്റിയിട്ട് നമുക്ക് അറിയില്ല, ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. ഇനി ഭാവിയിൽ എന്തോ സംഭവിച്ചാൽ നല്ല സംഭവിച്ച പ്രശ്നമുണ്ടോ? നല്ല സംഭവിച്ച പ്രശ്നമല്ല, ഒരു നെഗറ്റീവ് ടേമാണ് റിസ്ക്. ആദ്യം തന്നെ മനസ്സിലാക്കുക, റിസ്ക് പറഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് ടേമാണ്. നമുക്ക് ഫേവറബിൾ അല്ലാതെ നമുക്ക് നല്ലതല്ലാത്ത സംഭവങ്ങൾ സംഭവിക്കണതിനാണ് നമ്മൾ എന്ത് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ എന്ത് ചെയ്യാതിരിക്കുക, നടക്കാതിരിക്കുക. ഇതിനൊക്കെയാണ് എന്തിനാ വിളിക്കുക, നമ്മൾ റിസ്ക് എന്ന് വിളിക്കുക. അപ്പം നമ്മൾ ഒരു സംഭവം നടക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ പെട്ടെന്ന് അത് നടക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൈ പോകൂലേ. അപ്പോൾ അതേപോലെ തന്നെ റിസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ എന്ത് ചെയ്യാതിരിക്കുക, നടക്കാതെ ഇരിക്കുക. അല്ലെങ്കിൽ അൺസർട്ടനിറ്റി, നമുക്കറിയില്ല ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു. നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രഡിക്ഷന് നമുക്ക് കിടക്കൂടാ. ഇപ്പോൾ നാളെ എന്താ നടക്കുക എന്നുള്ളത് നമുക്ക് ഇന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അള്ളാഹ്ക്കുള്ളല്ലേ അറിയാം. അപ്പോൾ അതേ സംഭവം തന്നെ കേട്ടോ, പോസിബിലിറ്റി ഇനി അങ്ങനെ നടക്കുന്ന പ്രശ്നമൊന്നുമില്ല. നല്ല നടന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? നല്ല നടന്നു കഴിഞ്ഞാൽ ഹയറല്ലേ. പക്ഷെ എന്താണ് അൺഫേവറബിളാണ്. അൺഫേവറബിൾ പറഞ്ഞാൽ നമ്മളുടെ എതിരായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വിചാരിച്ചതിൻ്റെ എതിരായിട്ട് എന്ത് ചെയ്യുക, നടക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ആ സ്റ്റോക്കിൻ്റെ വില എന്ത് ചെയ്യും, കൂടും. ഭാവിയിൽ എനിക്ക് എന്ത് ചെയ്യുക, അത് വിൽക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി അത്. അപ്പോൾ ആർക്കും എന്തായി, എനിക്ക് ഫേവറബിൾ ആണത്, എനിക്കെന്തായി അൺഫേവറബിൾ. അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കുറയും. എൻ്റെ ഫണ്ട് എന്ത് ചെയ്യും, പോകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിസ്ക്. അപ്പോൾ റിസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ടേം. ആദ്യം തന്നെ ശ്രദ്ധിച്ചോ, റിസ്ക് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ടേം. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ റിസ്ക് പറഞ്ഞ ഒരു ടേം ഏതാ വരിക, നെഗറ്റീവ് ടേമാണ് എന്ത് ചെയ്യുക വരിക. റിസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫേവറബിളാണ്. നമുക്കെന്താണ് അൺഫേവറബിളാണ്, നല്ലത് അല്ല. ഇനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ പ്രശ്നം ഇപ്പോൾ എന്താണ്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എന്ത് കുറയുന്ന കാര്യം, വാല്യൂ കുറയും. അപ്പോൾ എൻ്റെ റിസ്ക് അവിടെ എന്താണ്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുമോ, ഡിക്രീസ് ആവുക. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഞാനൊരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിസ്ക് അവിടെ എന്താണ്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ത് ചെയ്യുമോ, കുറയും. കൂടുക എന്നുള്ള പ്രശ്നം ഉണ്ടോ? കൂടുക പറഞ്ഞാൽ ഫേവറബിൾ അല്ലേ. അൺഫേവറബിൾ പറഞ്ഞാൽ അപ്പോൾ എന്താണ്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഒരു കോടിയുടെ ഒരു ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ കമ്പനി തകരാൻ പോവുകയാണ്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്കൻഡറി മാർക്കറ്റിൽ ഞാൻ ബോണ്ട് വിൽക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടില്ല, 1 കോടി കിട്ടില്ല. കാരണം ഇൻവെസ്റ്റേഴ്സിനും അറിയില്ലേ ഈ കമ്പനി എന്ത് ചെയ്യുക, പൊട്ടിപ്പോകാനുള്ള കമ്പനിയാണ്. അപ്പോൾ ആ ബോണ്ട് വിൽക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടില്ല, അത്ര വാല്യൂ എന്ത് ചെയ്യില്ല, കിട്ടില്ല. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്ത്, ഡിക്രീസ് ആവില്ല ചെയ്തത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കുറയാലാണ് റിസ്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ റിട്ടേണെ പറ്റിയിട്ട് ജസ്റ്റ് ബേസ് ആയി പറയണ്ടില്ലേ. നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒന്നല്ലെങ്കിൽ എന്ത് കിട്ടും, നമ്മളുടെ സ്റ്റോക്കിൻ്റെ എന്ത് കൂടും, അപ്രീസിയേഷൻ വാല്യൂ എന്ത് ചെയ്യും, കൂടും. ബോണ്ടിൻ്റെ കേസ് ആയിക്കോട്ടെ, സ്റ്റോക്കിൻ്റെ കേസ് ആയിക്കോട്ടെ, വാല്യൂ എന്ത് ചെയ്യും, കൂടും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ എന്താ കിട്ടും, ഡിവിഡൻറ്റ് കിട്ടും. 2 ടാർഗറ്റ് ഉണ്ടാവും പറഞ്ഞിട്ടില്ലേ. ഒരു ഇൻവെസ്റ്റർ 2 റിട്ടേണാണ് കിട്ടും, ഒന്ന് ഡിവിഡൻറ്റ് കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, കൂടുക. ഓക്കെ, അപ്പോൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലാണ് റിട്ടേൺ കിട്ടുക. ഒന്നല്ലെങ്കിൽ എങ്ങനെ കിട്ടും, നമ്മളുടെ റിട്ടേൺ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ആയിട്ട് കിട്ടും. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കഷൻ ചെയ്താലേ 2 രീതിയിൽ റിട്ടേൺ കിട്ടും. ഒന്നല്ലെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടും, ഒന്നല്ലെങ്കിൽ എന്ത് കിട്ടും, സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. അതിൽ ആക്റ്റീവ് പോളിസിയും അതുപോലെ ഏതും പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. റെസ്യൂജ്വൽ ആക്റ്റീവായിട്ട് ഡിവിഡൻറ്റ് കൊടുക്കുന്ന കമ്പനിയിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഈ ഡിവിഡൻറ്റ് അല്ലേ കാരണം. ഇനി റെസ്യൂജ്വൽ ആണെങ്കിൽ ഒരു ഡിവിഡൻറ്റ് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ സ്റ്റോക്കിൻ്റെ വാല്യൂ റിട്ടേൺ ഏർണിങ്സ് കൂടി റിട്ടേൺ ഏർണിങ്സ് ഫണ്ട് യൂസ് ചെയ്ത് കമ്പനി എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അത് ഡെപ്തിൽ പഠിച്ചാണ് കേട്ടോ. ഓക്കെ, ഇന്ന് ഇനി വേറെ സംഭവം പറയുന്നുണ്ട്. സിമ്പിളി നമുക്കറിയാലോ, ഇൻവെസ്റ്ററിന് റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് കൊടുക്കണം, കൂടുതൽ റിട്ടേൺ കൊടുക്കണം. അതാണ് ഇപ്പോൾ ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു ഇൻവെസ്റ്ററിന് ഫീൽ ചെയ്യാണ് ആൾ കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആൾക്ക് എന്താ വെറുതെ ഫീൽ ചെയ്യല്ലോ, ആൾ പല കാര്യങ്ങളും നോക്കുമ്പോൾ കമ്പനിയിൽ കുറച്ച് എന്തുണ്ട്, ഡെപ്റ്റ് ഉണ്ട് വിചാരിച്ചോ,
ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ആൾക്ക് എന്ത് തോന്നുകയാണ്, കമ്പനിയിൽ എന്താണ് റിസ്ക് കൂടുതലാണ്, ഇതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എനിക്ക് റിട്ടേൺ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് നമ്മളെ കമ്പനി എന്ത് കൊടുക്കേണ്ടി വരും, കൂടുതൽ റിട്ടേൺ കൊടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ല കമ്പനിയൊക്കെ നടത്തുന്ന ഒരാളാണ് വിചാരിച്ചോ, നമുക്ക് പല സ്കീമുകളുണ്ട് ലോണിന്. കമ്പനിയുള്ള ആൾക്ക് ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ലോവസ്റ്റ് ഇൻട്രസ്റ്റിൽ എന്ത് കിട്ടും, ലോൺ കിട്ടും. എന്നാൽ നിങ്ങൾ NA ലോൺ എന്നൊക്കെ കിട്ടണം, അത് പേഴ്സണൽ ലോൺ ഉണ്ട്. പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ ഒരാൾ ജാമ്യം നിന്നിട്ടാണ് പേഴ്സണൽ ലോൺ എടുക്കേണ്ടത്, അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആകാരം. അപ്പോൾ ആരാണ് അവിടെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കാണ് അവിടെ എന്ത് ചെയ്ത് നോക്കുന്നത്. ഒരു കമ്പനി ഫണ്ടുള്ളൊരു ബാങ്കിന് ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാങ്കിന് എന്തില്ല, ഒരു കമ്പനിക്ക് ലോൺ എടുക്കുക പറഞ്ഞാൽ ബാങ്കിന് എന്തില്ല, റിസ്ക് ഇല്ല. അപ്പോൾ ഓല് എന്ത് ചെയ്തായി, കുറച്ച് റിട്ടേൺ ഞങ്ങൾക്ക് എന്ത് ചെയ്തായി തന്നായി എന്ന് പറയുന്നത്. എന്നാൽ ഒരു പേഴ്സണിന് ലോൺ കൊടുക്കുകയാണെങ്കിലോ, NA ലോൺ എന്ന് പറഞ്ഞ സംഭവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തീരെ പൈസ ഇല്ലാത്തുമ്പോൾ എടുക്കണതാണ് ഏത്, NA ലോൺ. അപ്പോൾ ആൾ മൊത്തത്തിൽ പാളി കിടക്കണം അറിയുമ്പോൾ ഇനി 25%, 20% ഒക്കെ എന്ത് വാങ്ങാം, ഇൻട്രസ്റ്റ് വാങ്ങാം. അപ്പോൾ റിസ്ക് കൂടുമ്പോൾ എന്ത് വേണം, റിട്ടേണും കൂടുതൽ കിട്ടണം. അത് ഏതൊരു പേഴ്സ്പെക്റ്റീവ് ആണെങ്കിൽ ഇനിയിപ്പോൾ പൈസയുടെ കാര്യം മാത്രമല്ല, ബാക്കി എന്ത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ റിസ്ക് എടുക്കണമെങ്കിൽ അതിൻ്റെ എന്ത് കിട്ടണം നമുക്ക്. അപ്പോൾ നിങ്ങൾ പഠിക്കണമെന്നുണ്ടല്ലോ, നിങ്ങൾ പഠിക്കണമെങ്കിൽ റിസ്ക് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് പാസ്സാവണം, പാസ്സാവേണ്ടേ. അപ്പോൾ അത് തന്നെയാണ് സംഭവം കേട്ടോ. അപ്പോൾ പൈസയുടെ കാര്യം മാത്രമല്ല, മനുഷ്യൻ്റെ ഏത് കാര്യത്തിലും നമ്മൾ റിസ്ക് എടുക്കണമെങ്കിൽ അതിന് എന്ത് കിട്ടണം, റിട്ടേൺ എന്ത് ചെയ്യാം, കിട്ടണം. അതൊരു അതായത് ഗ്ലോബൽ നിയമമാണെന്നൊക്കെ പറയില്ലേ. ഇനി എന്താ ഉള്ളത്, ടൈപ്പ് ഓഫ് റിസ്ക് അല്ലേ ഉള്ളത്. ടൈപ്പ് ഓഫ് റിസ്ക് 2 റിസ്ക്കാണുള്ളത്. ഒന്നാമത്തെ എന്താ പറയുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് ഒരു മാർക്കറ്റിനെ മൊത്തം ബാധിക്കുന്ന, അതായത് നമ്മൾ മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് ബാധിക്കുന്ന റിസ്ക്കുകളാണ് നമ്മൾ എന്ത് പറയാം, മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയാം. അല്ലെങ്കിൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്. അതെന്താണ്, ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീനെ ഒക്കെ മാത്രം ബന്ധപ്പെടുന്ന റിസ്ക്കുകളാണ് നമ്മൾ എന്ത് വിളിക്കുക, അൺസിസ്റ്റമാറ്റിക്. അപ്പോൾ മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് പറഞ്ഞാൽ എന്താണ്, മൊത്തം ഗ്ലോബൽ മൊത്തം എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ലോകത്തിലെ എല്ലാ കമ്പനികളെയും എന്ത് ചെയ്യും, ബാധിക്കും. അതിനെയാണ് എന്ത് വിളിക്കുക നമ്മൾ, സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയാം. അൺസിസ്റ്റമാറ്റിക് റിസ്ക് പറഞ്ഞാലോ, നമ്മളുടെ കമ്പനി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻഡസ്ട്രി, അതിപ്പോൾ എയർലൈൻസിൻ്റെ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അതിന് മാത്രമേ ബാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളുടെ എന്തൊക്കെ ഇൻഡസ്ട്രികളുണ്ട്, ഒരുപാട്, ഇപ്പോൾ കാറ്, ഓട്ടോമോട്ടീവ്, അപ്പോൾ ആ ഇൻഡസ്ട്രീന് മാത്രം, അങ്ങനെ ഒറ്റ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ കമ്പനിനെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ അതിനെന്താ വിളിക്കുക, അൺസിസ്റ്റമാറ്റിക് എന്നും. എല്ലാ കമ്പനികളും, അതായത് എല്ലാ ഇൻഡസ്ട്രീനെയും എല്ലാ കമ്പനികളും മൊത്തത്തിൽ ബാധിക്കുകയാണെങ്കിൽ അതിനെന്താ വിളിക്കുക, നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്നും വിളിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണെന്ന് പറയുന്നത്, മാർക്കറ്റ് റിസ്ക് ആണ്. ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും എന്ത് ചെയ്യും, ബാധിക്കും. ഇന്ന കമ്പനി അല്ലെങ്കിൽ ഇന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊന്നുമില്ല, ഗ്ലോബൽ വൈഡ് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും എല്ലാ കമ്പനികളും എന്ത് ചെയ്യും, ഈ ഒരു സംഭവം എന്ത് ചെയ്യും, ബാധിക്കും. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് പറയുന്നത്, എഫക്റ്റ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയേണ്ടത് ഇൻഫ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാർ കമ്പനിനെ മാത്രമാണോ ബാധിക്കുക, നമ്മളെ വരെ ബാധിക്കണില്ലടാ. ഓക്കെ, നമ്മളെ വരെ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ സാധനം വാങ്ങുമ്പോൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ കാരണം നമ്മളെ സാധനങ്ങളെ വില കൂടുന്നുണ്ട്. അപ്പോൾ ലോകത്തുള്ള എല്ലാവരും ഇതെന്ത് ചെയ്യും, ബാധിക്കും. ഒരു കമ്പനിന്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന്, എല്ലാ മനുഷ്യന്മാരെ പോലും എന്ത് ചെയ്യും, ഈ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, ബാധിക്കും. പിന്നെന്താ, എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി, അതായത് ഈ വാറ് കണികണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുണ്ടാവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിമാൻഡും പ്രൈസൊക്കെ എന്ത് ചെയ്യുക, ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവുക. റെസഷൻ എന്താണെന്ന് അറിയാലോ, സാമ്പത്തിക മാന്ദ്യത, അങ്ങനെ തരും പറയില്ലേ, അങ്ങനെ സംഭവം കേട്ടോ. അതായത് നമ്മളുടെ ഗ്ലോബൽ ഇക്കോണമി തകരുക എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. പിന്നെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലേ, യുദ്ധം ഉണ്ടാവേണ്ട കേസും നിങ്ങൾ പറയും. യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ നടക്കണില്ലേ. അപ്പോൾ യുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജ്യം പിന്നെ ഉണ്ടാവുമോ, ആ രാജ്യത്ത് ഒരു രാജ്യമാണെങ്കിൽ ഒരു രാജ്യം എന്തായാലും ഒരു പ്രശ്നത്തേക്ക് എന്ത് ചെയ്യും, പോകും. അത് മൊത്തം ഗ്ലോബൽ മാർക്കറ്റിനെ എന്ത് ചെയ്യും, ബാധിക്കും. ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കേസ് പറഞ്ഞാൽ ഖത്തറിൽ ആ ഒരു സംഭവം ഉണ്ടായില്ലേ, സംഭവം ഉണ്ടായിട്ട് എത്ര കോടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞതെന്നറിയോ. ചെറിയൊരു സംഭവം ഉള്ളൂ, പക്ഷേ ഒറ്റ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ മാർക്കറ്റ് മുഴുവൻ അങ്ങോട്ട് എന്ത് ചെയ്ത് മൊത്തത്തിലാണ് ഇടിഞ്ഞു. അപ്പോൾ ഖത്തർക്ക് എന്തോ ചെറിയ സംഭവമാണ്, അത് ന്യൂസ് വരുന്ന തുടങ്ങണുള്ളൂ. സംഭവം ഒരു പ്രശ്നമല്ല, അവിടെ എന്തോ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ വന്നപ്പോഴത്തേന് മാർക്കറ്റ് മൊത്തം അങ്ങോട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് ഇരിക്കും. വാറുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ അങ്ങോട്ട് കൂടുതൽ തുടങ്ങപ്പത്തിന്. കാരണം വാറുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാണ്. പിന്നെ അവിടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്ത് മാത്രമാണ്, സ്വർണ്ണം മാത്രമാണ്. അപ്പോൾ ഫിസിക്കൽ അസറ്റിന് വില കൂടും, ഡിജിറ്റൽ അസറ്റിൻ്റെ വില എന്ത് ചെയ്യും, കുറയും. അപ്പോൾ യുദ്ധം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അധികം ആൾക്കാർ എന്താണ് ഹോൾഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡാണ് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഗോൾഡ് ആകുമ്പോൾ നമുക്ക് എപ്പോൾ ആണെങ്കിലും വാല്യൂ എന്ത് ചെയ്യും, കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജസ്റ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മതി. സ്റ്റോക്ക് മാർക്കറ്റ് ഇരിക്കുക വാറുണ്ടാകുമ്പോഴാണ്, വാറ് എന്തെങ്കിലും ന്യൂസ് ചെയ്യും, അപ്പോൾ നിങ്ങളെ ഗോൾഡിൻ്റെ റേറ്റ് ജസ്റ്റ് നോക്കിക്കോളുണ്ട്, ഒരു 300 റുപ്യെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും, കൂടിയിട്ട് ഉണ്ടാവും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോഴാണ് എന്ത് കൂടുക, ഗോൾഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, കൂടുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക്കുകളല്ലേ. ഇൻഫ്ലേഷൻ അങ്ങനെയല്ലേടാ, ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കൂലേ. അതുപോലെ തന്നെ
റെസഷനും വാറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കമ്പനികളെയും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും എന്ത് ചെയ്യണം ബാധിക്കണം. ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റ് ഉണ്ടായി വാറുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അതായത് ഞാൻ എന്തെങ്കിലും കാട്ടിയിട്ടാണോ, അല്ലെങ്കിൽ ആ കമ്പനികൾക്കും പ്രശ്നമല്ല, കമ്പനികൾക്ക് നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ വാറുണ്ടായത് കാരണം എല്ലാവർക്കും എന്താണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രസ്റ്റ് എന്ത് ചെയ്യാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളോലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കൽ തുടങ്ങും, എന്നിട്ട് ഏതൊക്കെ മാറൽ തുടങ്ങും, വേറെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് മാറൽ തുടങ്ങും. അപ്പോൾ ഒരു ആവശ്യമില്ല എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ എന്ത് ചെയ്യാണ് പിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആരെ ബാധിക്കും, മൊത്തം കമ്പനികൾ എന്ത് ചെയ്യും ബാധിക്കും. ഓക്കെ, ഇത് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുമോടാ. ഡൈവേഴ്സിഫൈ മീൻസ് എന്താ, എലിമിനേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുമോ, നമുക്ക് ഇൻഫ്ലേഷനെ പിടിച്ചെടുത്താൻ പറ്റുമോ, ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ എത്ര ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് എന്തുണ്ടാവും, റിമെയിൻ ചെയ്യും. ഈ റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാനേജ് ചെയ്യാൻ പറ്റൂല. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാനേജ് ചെയ്യാൻ പറ്റൂല. എന്നാൽ ഇനി ശ്രദ്ധിച്ചോളി, കുറച്ച് ടൈപ്സ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് പറയുന്നുണ്ട്. ഫസ്റ്റ് ഇത് ഏതാടാ, പർച്ചേസിങ് പവർ റിസ്ക് അല്ലേ. പർച്ചേസിങ് പവർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട. പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രസൻറ്റ് വാല്യൂ എന്നൊക്കെ പഠിച്ചില്ലേ, നമ്മൾ പണ്ട് പഞ്ചാര എത്രയാണ് വാങ്ങിയത്, ചെറിയ പൈസ ഉള്ളതെല്ലാം ഉണ്ടായിരുന്നു. 10 റുപ്യൊക്കെ 10 റുപ്യ 20 റുപ്യ കിട്ടിയിരുന്നു. ഇപ്പോൾ പഞ്ചാര 20 റുപ്യ കിട്ടും. ഒരു കിലോ പഞ്ചാര ഇട്ടണി 40 റുപ്യ 40 റുപ്യാണ് വില കൊണ്ടു 40 റുപ്യ എടുക്കണം. അപ്പോൾ നമ്മളുടെ ഇൻഫ്ലേഷൻ കാരണം നമ്മളുടെ പൈസയുടെ മൂല്യം എന്താ ചെയ്യുന്നത്, കുറഞ്ഞ് വരികയല്ലേ. അതിനെയാണ് എന്ത് വിളിക്കുക, പർച്ചേസിങ് പവർ റിസ്ക്. നമ്മളെ പർച്ചേസിങ്ങിൻ്റെ പവർ എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ട് വരികയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളിപ്പോൾ പണ്ട് ചെറിയ വിലക്ക് വാങ്ങിയ സാധനം ഇപ്പോൾ ആ വിലക്ക് കിട്ടുമോ, ഇല്ല. അതെന്തുകൊണ്ടാണ്, ഇൻഫ്ലേഷൻ കാരണം നിങ്ങളെ മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ എന്ത് ചെയ്യുക, കൂടുക. പക്ഷേ നിങ്ങൾക്ക് വരുമാനം കൂടുന്നുണ്ടോ, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഇന്ത്യത്തെ മെയിൻ ഹൈലൈറ്റ് അതാണ്. സാധനങ്ങൾ വില നല്ല കൂടും, പക്ഷേ എന്ത് കൂടില്ല, സാലറി എന്ത് ചെയ്യില്ല, കൂടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പർച്ചേസിങ് പവർ റിസ്ക് ഇപ്പോൾ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, കമ്പനി 10 വർഷം മുമ്പേ ബിസിനസ് ചെയ്യുമ്പോൾ ചെറിയ വിലക്ക് വാങ്ങിയ സാധനങ്ങൾ ഇപ്പോൾ ആ വിലക്ക് കിട്ടുമോ. അപ്പോൾ ആ കമ്പനിയുടെ പർച്ചേസിങ് പവർ എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് പർച്ചേസിങ് പവർ ഉണ്ടാവുക, ഇൻഫ്ലേഷൻ കാരണമാണ് എന്തുണ്ടാവുക, പർച്ചേസിങ് പവർ. ഇത് നമുക്ക് പിടിച്ചെടുത്താൻ പറ്റുമോ, ഇൻഫ്ലേഷനെ പിടിച്ചെടുത്താൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളെ മാത്രമാണ് ഇത് ബാധിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തരെയും ബാധിക്കണില്ല ഈ സാധനം. അപ്പോൾ ഗ്ലോബൽ വൈഡായിട്ട് വേൾഡ് വൈഡായിട്ട് ഇത് എന്തിനെ ബാധിക്കും, എല്ലാവരും എന്ത് ചെയ്യും, ഇത് ബാധിക്കും. ഇനി നെക്സ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് വേറൊരു രാജ്യത്ത് കമ്പനി ഉണ്ട് വിചാരിച്ചോ, അവിടുന്ന് നമുക്ക് ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ കറൻസിയുടെ മൂല്യം കുറയും ചെയ്യും. സ്റ്റോക്ക് നിങ്ങൾക്ക് അറിയില്ല, ഡോളറിൻ്റെ വിലയെ കൂടും. നോർമൽ ഡോളർ പിന്നെ എപ്പോഴും എന്താണ്, ഒരു ഇടയ്ക്ക് കുറച്ച് കുറയും, പക്ഷേ കൂടുതലാണ് എന്ത് സ്റ്റേബിളായിട്ട് എന്ത് ചെയ്യണം, കൂടുക. മറ്റ് കറൻസീസൊക്കെ ഉണ്ടല്ലോ, മറ്റ് കറൻസീസ് പെട്ടെന്ന് ഇടിയും ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, കൂടും ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഫണ്ട് അയക്കാൻ നിൽക്കുക. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട്, നമ്മൾ വേറൊരു കമ്പനിക്ക്, ഒരു അമേരിക്കൻ കമ്പനിക്ക് എന്ത് വിറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സാധനങ്ങൾ വിറ്റു, അതിൻ്റെ പൈസ നമുക്കൊരു 20 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ആ 20 ദിവസത്തിനുള്ളിൽ നമുക്കുള്ള റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കിട്ടാനുള്ള പൈസയുടെ എന്ത് കുറയുന്നതാണ്, മൂല്യം കുറയുന്നുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യും, അങ്ങനെ കൂടും ചെയ്യും കുറയും ചെയ്യും. അപ്പോൾ ഇത് ആർക്ക് റിസ്ക്കാണ്, ഒരു കമ്പനിക്ക് റിസ്ക് അല്ലേ. നമ്മൾ 20,000 രൂപ ചിലപ്പോൾ അത്ര ദിവസം കഴിഞ്ഞ് കിട്ടുമ്പോൾ ചിലപ്പോൾ 18,000 ഉണ്ടാവുള്ളൂ. കാരണം എക്സ്ചേഞ്ച് റേറ്റിൽ എന്ത് വന്നിട്ടുണ്ടാവും, വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മളെ മാത്രമാണോ ബാധിക്കുന്നത്, എത്ര ട്രാൻസാക്ഷൻ, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഒരു ദിവസം തന്നെ ലക്ഷങ്ങളും കോടികളും ടൈംസ് എന്ത് നടക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഗ്ലോബൽ ഇക്കോണമീനെ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ ഇത് എന്ത് റിസ്ക്കാണ്, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്കില്ലേ. എങ്ങനെയാണ് ഫോറിൻ കറൻസി എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ കറൻസിക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരും, എക്സ്ചേഞ്ച് റേറ്റിൽ എന്ത് വരും, വ്യതിയാനം കാരണം റിസ്ക് വരും. ഓക്കെ, ഇത് നമ്മളെ മാത്രമാണ് ബാധിക്കുന്നത്, ഒരു കമ്പനിനെ മാത്രമാണ് ബാധിക്കുന്നത്, ഗ്ലോബലിലുള്ള എല്ലാ MNCസിനും എന്ത് ചെയ്യും, ഇതൊരു ബാധിക്കും. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഇത് നമ്മൾ പഠിച്ചതാണ്. നമ്മളെ ബോണ്ടിൻ്റെ വാല്യൂ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളെ ബോണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഇടിയും. അതുപോലെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഇത് നമ്മളുടെ ഗ്ലോബലിലുള്ള എല്ലാ ബോണ്ടുകളും എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. മാർക്കറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, ബാധിക്കും. ഇപ്പോൾ ഞാനൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇനിയും ബാധിക്കൂലേ, കാരണം എൻ്റെ ബോണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, കൂടും കുറയും ചെയ്യല്ലേ. അപ്പോൾ മാർക്കറ്റ് റേറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് എ ചേഞ്ച് ഇൻ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ കൊടുക്കുന്ന കൂപ്പർ റേറ്റിൻ്റെയൊക്കെ കൂടുതൽ മാർക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ബോണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഇടിയും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ, മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുക, മാറ്റം വരിക. ഇതൊരു ഇൻവെസ്റ്ററിനെ ബാധിക്കും, ഒരു കമ്പനിനെ ബാധിക്കും, എല്ലാവരും എന്ത് ചെയ്യും, അതിലുള്ള എല്ലാവരെയും ആൾക്കാരെയും എന്ത് ചെയ്യും, ബാധിക്കും. ഓക്കെ, ഇനി അൺസിസ്റ്റമാറ്റിക് റിസ്ക്, അത് എന്താ പറയുന്നത്, കമ്പനി റിസ്ക് അല്ലേ. അതൊരു കമ്പനിനെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീനെ മാത്രം ബാധിക്കുക. ഓക്കെ, കമ്പനി റിസ്ക് അല്ലെങ്കിൽ എന്ത് വിളിക്കുക അതിനെ, നോൺ മാർക്കറ്റ് റിസ്ക് എന്ന് പറയാം.
സ്പെസിഫൈഡ് ടു പർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി. ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്യണ ആ ഇൻഡസ്ട്രീനെ ഇത് എന്ത് ചെയ്യുള്ളൂ, ബാധിക്കുള്ളൂ എന്ന് അറിയുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, സിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യൂല, റെഡ്യൂസ് ചെയ്യാൻ കഴിയൂല. പക്ഷേ ഒരു ക്രിട്ടിക്കൽ പോയിന്റാണ്, അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, എക്സാമിനും ചോദിക്കുന്നതാണ്. സിസ്റ്റമാറ്റിക് റിസ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻഫ്ലേഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. പക്ഷേ ഇതിൽ വരുന്ന റിസ്ക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും, അത് കുറക്കാൻ എന്ത് ചെയ്യും പറ്റും. ഓക്കെ, അതൊരു എന്ത് ചെയ്തായി ഒരു അപ്രോപ്രിയേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്താൽ മതി, അത് മാനേജ് ചെയ്താൽ മതി. ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പഠിക്കൂട്ടെ. എന്താ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഇപ്പം അറിയണ്ടല്ലോ, ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് പല സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുക, അണ്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കൂട്ടി, അല്ലെങ്കിൽ ഇവിടെ കൂടുമ്പോൾ അവിടെ കുറയണം, അങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ വാങ്ങിയിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്ത് വെക്കുക, ഡൈവേഴ്സിഫിക്കേഷൻ. ലാസ്റ്റ് പറയാം. പല സാധനങ്ങൾ, പിന്നെ പല ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പോൾ ഹോട്ടൽ ഇതും പറയും, അതായത് ഹോട്ടലും ഹോസ്പിറ്റലും, റെസ്റ്റോറൻറ്റും ഹോസ്പിറ്റലും. റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റോക്ക് ഇടിയുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടും. കാരണം രോഗം വരുമ്പോഴല്ലേ ഹോസ്പിറ്റലിൽ ഹൈലൈറ്റ് ചെയ്യാനാ. ഇനി അതിൽ വരുന്ന റിസ്ക്കുകളെ പറ്റിയിട്ട്, ക്രെഡിറ്റ് ഡിഫോൾട്ട് റിസ്ക്. നമ്മളുടെ കമ്പനി എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടവുണ്ടല്ലോ, ഇൻട്രസ്റ്റും പ്രിൻസിപ്പളൊക്കെ, അതെന്ത് ചെയ്യുക, അടക്കാതിരിക്കുക. ഇതൊരു കമ്പനിക്ക് വരുന്ന റിസ്ക് അല്ലടാ. ആ കമ്പനി നല്ല രീതിയിൽ മാനേജ് ചെയ്യാത്തതുകൊണ്ടല്ല ആ റിസ്ക് വരുന്നതെന്ന് ആലോചിക്കുക നിങ്ങൾ. ഒരു കമ്പനിയുടെ എന്ത് തെറ്റുക, ക്രെഡിറ്റ് റിസ്ക് അല്ല അറിയണത്. നോട്ട് ഏബിൾ ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് റീപേ ദ പ്രിൻസിപ്പിൾ. ഇൻട്രസ്റ്റും പ്രിൻസിപ്പിളൊക്കെ അടക്കാൻ എന്ത് ചെയ്യുക, വഴുകുക, അല്ലെങ്കിൽ അതെന്ത് ചെയ്യുക, അടക്കാതിരിക്കുക. ഇതൊരു കമ്പനി നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് അല്ലാത്തതുകൊണ്ട് വരുന്നതല്ലേ. നമ്മളെ കമ്പനി നല്ല രീതിയിൽ മാനേജ് ചെയ്ത് സെറ്റായി പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്തെങ്കിലും അടവ് തെറ്റുമോ, അല്ലെങ്കിൽ നമ്മളുടെ പ്രിൻസിപ്പിൾ തെറ്റുമോ, നമ്മൾ അതിനനുസരിച്ച്. അപ്പോൾ ഇത് ആരുടെ വീക്ക്നെസ്സാണ്, നമ്മളെ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ എന്താണ്, വീക്ക്നെസ്സാണ്. അപ്പോൾ ഇതൊരു കമ്പനിയുടെ റിസ്ക് അല്ല. ഇത് വേറെ ആരെങ്കിലും ബാധിക്കുന്നുണ്ടോ, ഇത് അവരെ ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കുന്നല്ലാതെ ഗ്ലോബലി മൊത്തത്തിൽ ബാധിക്കുന്നുണ്ടോ, ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു കമ്പനിനെ മാത്രം ബാധിക്കും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തിരിച്ചടവ് എന്ത് ചെയ്യുക, തെറ്റുക. ഇത് ആർക്ക് മാനേജ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞില്ല, ഇത് ആർക്ക് മാനേജ് ചെയ്യാം, നമ്മളെ കമ്പനിയിൽ പ്രോപ്പർ മാനേജ്മെൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, മാനേജേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ലിക്വിഡിറ്റി റിസ്ക്, അതായത് കനോട്ട് ബി സോൾഡ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ദ മാർക്കറ്റ് വാല്യൂ. അതായത് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെ മാറ്റാൻ പറ്റാതാവുക, ലിക്വിഡിറ്റി എന്താണെന്നല്ലേ, ക്യാഷിക്ക് കൺവേർഷൻ ചെയ്യാൻ പറ്റാതിരിക്കുക. അതായത് ലിക്വിഡിറ്റി എന്താണെന്ന് അറിയാലോ, നമ്മൾക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സെയിൽ ചെയ്യാൻ പറ്റണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡസ്ട്രി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഡസ്ട്രി വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സാധനങ്ങളുടെ വാല്യൂ എന്ത് ചെയ്യും, ഇടിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ലിക്വിഡിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞിട്ട് എന്ത് ചെയ്യും, വരും. അപ്പോൾ ഇത് നമ്മളെ ആരെയാണ് ബാധിക്കുക, നമ്മളെ ഇൻവെസ്റ്റേഴ്സിനെയും ബാധിക്കും, അതുപോലെ തന്നെ നമ്മളെ കമ്പനി എന്ത് ചെയ്യും, ബാധിക്കും. നമ്മളെ വേറെ ഇൻഡസ്ട്രികളെ ബാധിക്കുമോ, ഓരെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി റിസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ്ക്ക് എന്ത് ചെയ്യാതിരിക്കാം, കൺവേർഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, കുറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, ഇൻഡസ്ട്രി റിസ്ക്. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ഉണ്ടാവുന്ന, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു വിചാരിച്ചോ, എയർലൈൻസിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ സംതിങ് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ത് ഇടിയും, ഇടിയും. അപ്പോൾ ആ ഒരൊറ്റ മാർക്കറ്റുള്ള ആ ഒറ്റ സ്റ്റോക്കിൻ്റെ വാല്യൂകളെല്ലാം ഇടുക. എനിക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്തും എന്ത് ചെയ്യുക, വേറെ ഇൻഡസ്ട്രിയിലും എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ഉണ്ടാകുന്ന റിസ്ക്കുകളാണ് എന്ത് പറയുക, അവിടെ ഫോർ എക്സാമ്പിൾ അവിടെ പുതിയ നിയമം വരിക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ലോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വരിക. അപ്പോൾ ആ മാർക്കറ്റ്, ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക, ബാധിക്കുള്ളൂ. ഗ്ലോബലി മൊത്തം ബാധിക്കുന്നത് ഇല്ല. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ഉണ്ട്, മറ്റേ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആസ് ഇൻവെസ്റ്റർ എന്നുള്ള ആൾക്ക് ഏത് മാത്രമേ പോകുള്ളൂ, ആ എയർലൈൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ അത് ആരെ മാത്രമേ ബാധിക്കുള്ളൂ, ആ ഒരു ഇൻഡസ്ട്രീനെ മാത്രമേ ബാധിക്കുള്ളൂ. ഒരു ഇൻഡസ്ട്രീനെ മാത്രം ബാധിക്കുന്ന റിസ്ക്കുകളാണ് എന്ത് വിളിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന റിസ്ക്കുകളാണ് എന്ത് വിളിക്കുക, നമ്മൾ ഇൻഡസ്ട്രി റിസ്ക് എന്ന് വിളിക്കുക. അതൊക്കെ അൺസിസ്റ്റമാറ്റിക് അല്ലേ, അല്ലെങ്കിൽ കമ്പനി റിസ്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിസ്കിൽ വരുന്നതല്ലേ. ഓക്കെ, ഇനി ലാസ്റ്റ് ബിസിനസ് റിസ്ക്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ വേരിയബിലിറ്റി ഉണ്ടാവുക, ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ എന്തുണ്ടാവുക, മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതൊരു ബിസിനസ്സിന് എന്താണ്, റിസ്ക്കാണ്. കാരണം ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റ് ആവുക. നമ്മൾ ഇൻകം എപ്പോഴും കൂടും കുറയും ചെയ്ത് കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ അല്ലേ നമ്മൾ ഇൻകം. അതുകൊണ്ട് ആരും അട്രാക്റ്റ് ആവില്ല, ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റ് ആവില്ല. അപ്പോൾ ഇത് ആരെ ബാധിക്കുന്ന റിസ്ക്കാണ്, ഒരു കമ്പനിനെ മാത്രം എന്ത് ചെയ്യാണ്, ബാധിക്കുന്ന റിസ്ക്കാണ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ്, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് സപ്ലൈയും പ്രൈസ് എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഹൈലി സെൻസിറ്റീവ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ആണ് പറഞ്ഞിട്ട് സംഭവമല്ലേ.
ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടില്ലേ? ഭയങ്കര ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മളുടെ ഡിമാൻഡ് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ പ്രൈസും കാര്യങ്ങളും എന്ത് ചെയ്യും, ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൊണ്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻകം എന്ത് ചെയ്യാൻ അങ്ങനെ ചാടി കുളിച്ചുകൊണ്ടല്ലേ കരം ഇടയ്ക്ക് നല്ല ഈ വർഷം നല്ല ഇൻകം ഉണ്ട്, നല്ല ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ നല്ല ഇൻകം കിട്ടി. അടുത്ത വർഷം ഡിമാൻഡ് ഇടിഞ്ഞു, അപ്പോൾ തീരെ ഇൻകല്ല. അപ്പോൾ ഇതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകമാണ് എന്ത് ചെയ്യുക, ഇൻവെസ്റ്ററിന് കാണുക. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു സേഫർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. ഇത് നമ്മളെ കമ്പനിയെ മാത്രമല്ലേ ബാധിക്കുക, വേറെ ആരെങ്കിലും ബാധിക്കുന്നുണ്ടോ? നമ്മളെ ഇൻവെസ്റ്ററിന് നമ്മളെ കമ്പനി മാത്രമേ ബാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ പ്രൈസിൽ മാറ്റം വരിക, സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുക, മാറ്റം വരിക. ഡിമാൻഡിനനുസരിച്ച് പ്രൈസ് എന്ത് ചെയ്യും, മാറ്റം വരില്ലേ? ഓക്കെ. പിന്നെ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിൻ്റെ കോസ്റ്റ്, അതായത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽ ഇല്ലേ, ഇതിൻ്റെ വില കൂടും കുറയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസ്ക് അല്ലേ, കാരണം നമ്മൾ ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് അത് എന്ത് ചെയ്യും, ബാധിക്കും. നമ്മൾ മെറ്റീരിയലിൻ്റെ വില നല്ലോണം കൂടി ഈ വർഷം, നമ്മൾ ഇൻകം നല്ല ഇടിയില്ലേ, കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞ സാധനമല്ലേ. ഇൻവെൻട്രി കോസ്റ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞില്ലേ, ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ത് ചെയ്യും, കുറയും. അപ്പോൾ നമ്മളെ കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണിത്. പിന്നെ നമ്മളെ പ്രൈസ്, ഡിമാൻഡ്, ഇതൊക്കെ കാരണം നമ്മളെ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എന്ത് ചെയ്യുക, വേരിയബിലിറ്റി വരിക, അല്ലെങ്കിൽ സെൻസിറ്റീവായിട്ട് നിൽക്കുക. അത് ആരെ മാത്രം ബാധിക്കുന്ന റിസ്ക്കാണ്, ആ കമ്പനിനെ മാത്രം ബാധിക്കുന്ന റിസ്ക്കാണ്. അപ്പോൾ ഏതൊക്കെയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്, ഏതൊക്കെ റിസ്കിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. റിസ്ക് എന്താണെന്നില്ലേ, റിസ്ക് എന്താണ്, അൺസർട്ടിനിറ്റി അബൌട്ട് ഫ്യൂച്ചർ ഔട്ട്കം അല്ലേ, ഭാവിയിൽ എന്ത് സംഭവിക്കുമോ ആ ഫ്യൂച്ചർ ഔട്ട്കം എന്താ അൺഫേവറബിൾ ആയിരിക്കും. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ അതാണ് അവിടുത്തെ റിസ്കില്. റിട്ടേൺ രണ്ട് രീതിയിലാണ്, ഒന്ന് ഡിവിഡൻഡ് ആയി കിട്ടുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയി കിട്ടുക. പിന്നെ ഒരു ഇൻവെസ്റ്റർ റിട്ടേൺ എങ്ങനെ പ്രതീക്ഷിക്കുക, റിസ്ക് എടുക്കണതിനനുസരിച്ചിട്ടല്ലേ. നല്ല റിസ്ക് എടുക്കണമെങ്കിൽ നല്ല എന്ത് കൊടുക്കണം, റിട്ടേൺ കൊടുക്കണം. പിന്നെ റിസ്കിനെ നമ്മൾ രണ്ട് രീതിയിൽ ഇതാക്കുന്നത്, സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്കും. സിസ്റ്റമാറ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മാർക്കറ്റ് മുഴുവൻ ഒരു ഗ്ലോബൽ ഇക്കോണമി മൊത്തം എന്ത് ചെയ്യും, ബാധിക്കും. മറ്റേത് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കമ്പനിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബാധിക്കുള്ളൂ. സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സിസ്റ്റമാറ്റിക് റിസ്ക് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യില്ല, പറ്റൂല. അൺസിസ്റ്റമാറ്റിക് നിങ്ങളെ കമ്പനി ശ്രദ്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്കിലുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, പർച്ചേസിംഗ് പവർ ഇല്ലേ. പർച്ചേസിംഗ് പവർ പറയുന്നത് ഇൻഫ്ലേഷൻ കാരണം നമ്മളുടെ എന്ത് കുറയുക, നമ്മുടെ പർച്ചേസിംഗ് പവർ കുറയാം. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കറൻസിയുടെ വാല്യൂ എന്ത് ചെയ്യുക, കൂടും കുറയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിൻ വരാനും ചാൻസസ് ഉണ്ട്, ലോസ് വരാനും ഉണ്ട്, ചാൻസ് ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോണ്ടിൻ്റെ ഇതിൻ്റെയൊക്കെ വാല്യൂ എന്ത് ചെയ്യും, കൂടും കുറയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് എന്താണ് മൊത്തം ബാധിക്കണ റിസ്ക്കാണ്. മൂന്നെണ്ണല്ലേ. ഞാൻ അൺസിസ്റ്റമാറ്റിക് റിസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് പറഞ്ഞത്, ക്രെഡിറ്റ് ഡിഫോൾട്ട് റിസ്ക്, നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ തിരിച്ചടവുകളൊക്കെ എന്ത് ചെയ്യും, മുടങ്ങൂല്ലേ, ഇൻട്രസ്റ്റ് മുടങ്ങും, റീപേയും മുടങ്ങും. പിന്നെ ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ എന്തുണ്ടാവുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അസറ്റുകളൊന്നും നമുക്ക് എന്തൊക്കെ കൺവേർഷൻ ചെയ്യാൻ പറ്റില്ല, ക്യാഷിക്ക് കൺവേർഷൻ ചെയ്യാനും പറ്റില്ല. പിന്നെ ഇൻഡസ്ട്രി റിസ്ക് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയെ മാത്രം ബാധിക്കുന്ന റിസ്ക്കുകളാണ് എന്ത് പറയുക, ഇൻഡസ്ട്രി റിസ്ക്. ലാസ്റ്റ് ബിസിനസ് റിസ്ക് അല്ലേ, നമ്മളുടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ എന്ത് ചെയ്യുക, വേരിയബിലിറ്റി ഉണ്ടാവും. എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ, ഒന്നായി ഡിമാൻഡ് ആയിരിക്കും, ഒന്നാണെങ്കിൽ സെല്ലിംഗ് പ്രൈസിലെ മാറ്റമായിരിക്കും, അല്ലെങ്കിൽ എന്തിലെ മാറ്റമാവാം, നമ്മളുടെ റോ മെറ്റീരിയൽസിൻ്റെ എന്താക്കാരം അല്ലെങ്കിൽ ഇൻവെൻട്രി കോസ്റ്റ് എന്താക്കാരം കൂടും കുറയും ചെയ്യണത് ആയിരിക്കും. ഇത്രയുള്ളൊരു സംഭവം, ഇത്രയുള്ള എടുത്തിട്ട് ഓക്കെ നമുക്ക് ബ്രേക്ക് എടുക്കാമല്ലോ. ശ്രദ്ധിക്കുക കേട്ടോ, റിസ്ക് കഴിഞ്ഞു. റിസ്കിൽ നമ്മൾ ആ കുറച്ച് കാര്യങ്ങളുള്ള സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്കും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിട്ടേണെ പറ്റിയിട്ടാണ്. എടാ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിട്ടേൺ ഈസ് എ ഇൻകം റിസീവ്ഡ് ബൈ എ ഇൻവെസ്റ്റർ ഓൺ എ ഇൻവെസ്റ്റ്മെൻറ്റ്. ബോണ്ട് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും, ഷെയർ ആണെങ്കിൽ ഡിവിഡൻഡ് കിട്ടും എന്ന് പറഞ്ഞില്ലേ ആ സംഭവം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ലേ. അപ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, ഒരു ഇൻവെസ്റ്റർ റിസ്ക് എടുത്ത് നമ്മളെ കമ്പനിയിൽ ഫണ്ട് ഇടുമ്പോൾ ആൾക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് എന്ത്, റിട്ടേൺ എന്ന് പറയുന്ന സംഭവം. ഓക്കെ. അതെങ്ങനെ ഏതൊക്കെ ഫോം ആവാം, ഡിവിഡൻറ്റും ആവാം, ഇൻട്രസ്റ്റും ആവാം. ഇനി അതിലൊരു ചെറിയൊരു കാൽക്കുലേഷൻ, വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻ. എടാ റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞ ടോപ്പിക്കിൽ ഈ കാൽക്കുലേഷനുകൾ കാണും കേട്ടോ, സെക്ഷൻ ഡിയിൽ. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കമ്പനി എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കുക ഒരു ഏകദേശം പല സിറ്റുവേഷൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, സാഹചര്യങ്ങൾ അനലൈസ് ചെയ്ത് ഈ കമ്പനിക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യുക, എസ്റ്റിമേഷൻ ചെയ്യുക. ശരിക്കുള്ളതല്ല, എന്താണ് ജസ്റ്റ് എസ്റ്റിമേഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഗുഡ് കണ്ടീഷൻ ഗുഡ് ആണെങ്കിൽ, ഇക്കണോമി ഗുഡായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടുന്നതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, 22% പ്രതീക്ഷിക്കുന്നത്. കാരണം അൺസർട്ടനിറ്റി അബൌട്ട് ഫ്യൂച്ചർ ഔട്ട്കം അല്ലടാ, നമുക്കറിയില്ല ഭാവിയിൽ എന്ത് സംഭവിക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷൻ എടുത്തിട്ട് ആ സിറ്റുവേഷൻ്റെ എന്തെടുക്കുക ചെയ്യുക, സം എടുത്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക, എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്കോണമി എന്താണെന്ന് അറിയണത്, ഇക്കോണമി ഗുഡാണ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര റിട്ടേൺ കിട്ടും നമ്മൾ വിചാരിച്ചത്, 22% റിട്ടേൺ ആവുന്നതാണ് വിചാരിക്കുന്നത്. ഒരു ആവറേജ് കണ്ടീഷനാണ്, ഇതിന് സാഹചര്യമല്ലേ, അൺസർട്ടനിറ്റി അല്ലേ ഫ്യൂച്ചറിൽ. അപ്പോൾ ആവറേജ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് വിചാരിക്കുന്നത്,
7% കിട്ടുമെന്ന് വിചാരിക്കണത്. ഇനി ബാഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്താ ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ കുറയുണ്ടാവുക. അപ്പോൾ ബാഡ് ആയി കഴിഞ്ഞാൽ -4 വരിക. ഇനി ഏത് സിറ്റുവേഷൻ വരാനും ചാൻസ് ഉണ്ട്, വേഴ്സ് ആയിട്ടുള്ള ഏറ്റവും മോശം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ 10%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഏകദേശം ഹിസ്റ്റോറിക്കൽ രീതി നോക്കിയിട്ട് നമ്മൾ എന്ത് നോക്കും, ഏറ്റവും ഗുഡ് ആവാൻ എത്രത്തോളം ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അറിയണത് 25% ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കാൽക്കുലേഷൻ ചെയ്യടാ, ഇതെല്ലാതും ഇങ്ങനെ സം ചെയ്ത് എടുക്കൽ ചെയ്യുക. എങ്ങനെ ചെയ്യുക, 22% നടക്കാൻ എത്ര ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിട്ടേൺ കിട്ടാൻ എത്ര ചാൻസ് ഉണ്ട്, 25%. അതുപോലെ 7% റിട്ടേൺ കിട്ടാൻ എത്ര ചാൻസ് ഉണ്ട്, 20%. അതുപോലെ തന്നെ 4% മൈനസ് ആവാൻ എത്ര ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ടല്ലേ അതിന്. പിന്നെന്താണ് 10% മൈനസ് ആവാൻ എത്ര ചാൻസ് ഉണ്ട് എന്ന് അറിയണത് 15%. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് എല്ലാത്തിനും സാധ്യതയല്ലേ, എല്ലാത്തിനും സാധ്യതയുണ്ട്. നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് നമ്മളിതൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഒരു ഏകദേശം എന്തിലും എടുക്കും, പ്രോബബിലിറ്റിയിൽ എടുക്കും. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനിപ്പോൾ ഇതൊന്നും വേണ്ട കേട്ടോ, ക്വസ്റ്റ്യൻ ചെയ്യാൻ ജസ്റ്റ് ഇൻഡ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവണ്ടേ. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ ഓരോ കണ്ടീഷൻ അനുസരിച്ചുള്ള റിട്ടേൺസ് എടുക്കുക. അതുപോലെ ഓരോ കണ്ടീഷനും സംഭവിക്കാനുള്ള സാഹചര്യം നമ്മൾ എന്ത് നോക്കുക, പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് നമ്മളെ കമ്പനിയുടെ ഇക്കോണമി അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, പഴയ ഹിസ്റ്ററി വെച്ചിട്ട് ഇങ്ങനെ വേഴ്സ് സിറ്റുവേഷൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, ബാഡ് സിറ്റുവേഷൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, ഗുഡ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഒരു പ്രോബബിലിറ്റി ഉണ്ടാക്കും. എന്നിട്ട് അത് അതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളെ കമ്പനി എന്ത് ചെയ്യും, ഏകദേശം നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളത് നോക്കും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സം കിട്ടുമോ, 3.8%. അപ്പോൾ ഏകദേശം ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ എസ്റ്റിമേഷനാണ്, എക്സാക്റ്റ് ആണോ, റെഡിക്ക് റിയാലിറ്റി ആണത്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മിനിമം എത്രയെങ്കിലും കിട്ടുമെന്ന് വെക്കുകയാണ്, 3.8 എങ്കിലും. ഇനിയിപ്പോൾ ഇതിലിങ്ങനെ മിക്സായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ 3.8 എങ്കിലും എന്ത് ചെയ്യും നമുക്ക് കിട്ടും എന്നുള്ള ഒരു എസ്റ്റിമേറ്റഡ് കണക്കിനാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് വിളിക്കുക. എങ്ങനെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാടാ, റിട്ടേൺ ഇൻറ്റു എന്താണ് പ്രോബബിലിറ്റി, അതിൻ്റെ എന്ത് കാണുക, സമ്മ് കാണാം. ഓക്കെ, എന്നാൽ അഞ്ഞ് വേറെ ക്വസ്റ്റ്യൻ എഴുതിക്കാണ് നിങ്ങൾ, ചെറിയ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇത് കൂട്ടിക്കട 10, 20, 40, 70, 70, 15, 85, എത്രയായി, ഇനി 15 കൂടിയല്ലേ. പ്രോബബിലിറ്റി 100% ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല ഇപ്പോൾ മൈനസ് അല്ല വരുന്നത്. അതായത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കുക. നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോണ്ട് പ്രശ്നം ഉണ്ടാവും, പ്രശ്നമൊന്നുമില്ലല്ലോ. 3.8 എങ്കിലും കിട്ടൂലേ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മപ്പിക്കുമ്പോൾ എത്ര കിട്ടണം, എക്സ്പെക്റ്റഡ് റിട്ടേൺ അങ്ങനെയൊക്കെ ചോദിച്ചില്ല. 2.8 പിന്നെ എത്ര വരിക, 4 × 40% -1.6. -6.3% അല്ലേ. അപ്പം നേരത്തത് ഇൻവെസ്റ്റബിൾ ആണല്ലേ, എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടുന്നത് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഇൻവെസ്റ്റബിൾ ആണ്. ഇത് ഇൻവെസ്റ്റബിൾ ആണോ, ഇത് നമ്മൾ എപ്പോൾ എന്തിനാണ് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് നമ്മളുടെ ഒരു റിട്ടേൺ നോക്കുകയാണ്, ഒരു എസ്റ്റിമേഷൻ നോക്കുകയാണ്, നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള എസ്റ്റിമേഷൻ നോക്കുകയാണ്. 6 കാണാല്ലേ, റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. എടാ ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചാണ്. ഇവിടെ നമുക്ക് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചോദിക്കുക. വെറും CAPM പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ 6 കാണാനുള്ള ഒരു ഇക്വേഷൻ അല്ലേ, 6 കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്, RF + β × R - RF. ഇത് നമ്മൾ ഓൾറെഡി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്താണ്, പഠിച്ചതാണ്. പക്ഷേ ഇവിടെ അതല്ല നമ്മൾ
ഡെപ്തായിട്ട് പഠിക്കുന്നത്. ഇവിടെ എന്ത് കാരണമാണ് ഈ ഒരു ഇക്വേഷൻ വന്നതെന്നുള്ളതുണ്ടല്ലോ, ഇക്വേഷൻ മീൻ ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മുതൽ നമുക്ക് പറയാം, CAPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഏതാണ്, റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാണാനുള്ള ഒരു മെത്തേഡാണ് ഇത് CAPM പറയുന്നത്, ബേസ് ആയിട്ടുള്ള സാധനം. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ എ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ലെവൽ ഓഫ് റിസ്ക്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്കിൻ്റെ റിസ്ക് എത്രയെന്നുള്ളത്, എക്സ്പെക്റ്റഡ് റിസ്ക് എത്രയെന്നുള്ളതാണ് ഏതുകൊണ്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്, ഈ CAPM വെച്ചിട്ട് ആറുകൊണ്ട് കാണുന്നത്. അപ്പോൾ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRR അല്ലേ, റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ മിനിമം. എന്താടാ മിനിമം, ഏറ്റവും കുറഞ്ഞ റിട്ടേൺ. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമം എത്ര റിട്ടേൺ കിട്ടണം എന്നാണ് ഏതുകൊണ്ട് നമ്മൾ കാണുന്നത്, റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേണോട് കാണുന്നത്. അത് ക്ലിയർ ആണല്ലോ ഫസ്റ്റ്. അപ്പോൾ എന്താ നമ്മൾ കാണുന്നത്, ആ സ്റ്റോക്കിൽ നിന്ന് കിട്ടേണ്ട റിട്ടേൺ അല്ല നോക്കുന്നത്, ആ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എത്ര റിട്ടേൺ അറ്റ് ദ മിനിമം എന്ത് ചെയ്യണം കിട്ടണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ടേംസ് ആദ്യമാണ് പഠിക്കുക. ഫുള്ള് എന്താണ് ഓരോ RF പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്, RM എന്താ, ബീറ്റ പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക ആദ്യം പഠിക്കുക. എന്നിട്ട് ആ ഇക്വേഷൻ്റെ ഡെറിവേഷനും എന്ത് ചെയ്യുക ഫുള്ളി കംപ്ലീറ്റിൽ എന്ത് ചെയ്യുക പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചാണല്ലോ, റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, റിസ്ക് പ്രീമിയം എങ്ങനെയാണ്, ബീറ്റ ഇൻറ്റു RM മൈനസ് RF അല്ലേ. അപ്പോൾ RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF ആണ് എന്തെന്നാണ് പറയുന്നത്, നമ്മൾ R എന്നാണ് പറയുന്നത്. അത് വേർഡ്സിൽ പറഞ്ഞിരിക്കല്ലേ, റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ ഏതാണ് RF അല്ലേ, RF പ്ലസ് റിസ്ക് പ്രീമിയം എങ്ങനെയാണ്, ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അതായത് ആ പറഞ്ഞ സാധനം തന്നെ എന്ത് ചെയ്യാണ്, പ്രൊപ്പോർഷണൽ ടു സെക്യൂരിറ്റി റിസ്ക്. സെക്യൂരിറ്റി റിസ്ക് പറഞ്ഞാൽ ഏതാടാ, ബീറ്റനെയാണ് എന്ത് പറയുന്നത്, സെക്യൂരിറ്റി റിസ്ക് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇനി ശ്രദ്ധിച്ചോളി, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞ സംഭവം അല്ലേ, മിനിമം റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ. അത് ഏതിൻ്റെയാണ്, റീറ്റേൺ ഏണിങ്സിൻ്റെയും. ഞങ്ങൾ രണ്ട് എണ്ണത്തിനാണ് യൂസ് ചെയ്തത്, റീറ്റേൺ ഏണിങ്സിന് യൂസ് ചെയ്യുക, പിന്നെ ഇതിന് യൂസ് ചെയ്യുക, കോമൺ സ്റ്റോക്കിന് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൊതുവെ എന്ത് വിളിക്കാം, കോമൺ ഇക്വിറ്റി എന്നാണ് വിളിക്കുക അല്ലേ. റീറ്റേൺ ഏണിങ്സും ഉണ്ടെങ്കിൽ കോമൺ സ്റ്റോക്ക് രണ്ടിനും നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തൂടെ, ബോണ്ടിനും പ്രിഫർ സ്റ്റോക്കിന് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അത് ഏതിന് യൂസ് ചെയ്യുന്നതാണ്, കോമൺ ഇക്വിറ്റിക്ക് അല്ലെങ്കിൽ കോമൺ സ്റ്റോക്കിന് റീറ്റേൺ ഏണിങ്സിന് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതിന് സിംപ്ലി പറയുകയാണെങ്കിൽ ഏതിനാണ്, സ്റ്റോക്കിനാണ്. ഏതിനാണ്, സ്റ്റോക്കിനാണ്. അത് ഏത് സ്റ്റോക്കിനുമാണ്, കോമൺ സ്റ്റോക്കിനുമാണ്. പിന്നെ റിസ്ക് ഫ്രീ റേറ്റ് എന്നാൽ താഴെ ഓരോന്ന് പറയുന്നുണ്ട്. റിസ്ക് ഫ്രീ റേറ്റ് പറഞ്ഞാൽ എന്താണ്, ഒരു തിയററ്റിക്കൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, 0 ഓർ വെരി ലോ റിസ്ക്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ട്രഷറി സെക്യൂരിറ്റീസ് പറഞ്ഞ് പഠിച്ചില്ല നമ്മൾ, ട്രഷറി ബില്ല്, ട്രഷറി ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രഷറി നോട്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് വളരെ അൺറയറായിട്ട് എന്ത് തെറ്റിക്കോളൂ, തിരിച്ചടവ് എന്ത് ചെയ്യുള്ളൂ, തെറ്റിക്കോളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ മിനിമം നിങ്ങൾക്ക് എന്ത് കിട്ടണമെന്നുണ്ട്, RF എങ്കിലും കിട്ടാം. കാരണം ഏറ്റവും റിസ്ക് പറഞ്ഞ സെക്യൂരിറ്റിയാണ് ഏതെന്ന് അറിയണത്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതായത് ട്രഷറി ബോണ്ട്, ട്രഷറി ബില്ല് എന്നൊക്കെ പറയാം സാധനം. അപ്പോൾ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അറ്റ് ദ മിനിമം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം, റിസ്ക് ഫ്രീ റേറ്റെങ്കിലും കിട്ടണം. അത് ക്ലിയർ ആണല്ലോ. ഓരോന്ന് പഠിക്കണം കേട്ടോ, കാരണം ഓരോന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു റിസ്ക്കും ഇല്ല അതിന് വിചാരിച്ചോ, 0 റിസ്ക്കാണ് വിചാരിച്ചോ, എന്നാലും എന്ത് കിട്ടണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇൻഫ്ലേഷനെങ്കിലും കിട്ടണ്ടേ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടണം, ഇൻഫ്ലേഷനെങ്കിലും കിട്ടണം. അപ്പോൾ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനായിട്ട് എന്ത് ചെയ്യല്, ഇൻഡെപ്ത് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഇൻഫ്ലേഷൻ മാത്രമാണ് അതിൽ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് അറ്റ് ദ മിനിമം 0 റിസ്ക്കാണ് വിചാരിച്ചോ, ഒരു റിസ്ക്കും ഇല്ല, എന്നാലും നിങ്ങൾക്ക് എന്ത് കിട്ടണം, റിസ്ക് ഫ്രീ റേറ്റ് കിട്ടണം. അതായത് അത് ഏതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആകാരം, ട്രഷറി ബില്ലിൻ്റെ ഒക്കെ എന്താകാരം ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക വരിക. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടണം, ആ റിട്ടേൺ കിട്ടണം. അതിനാണ് എന്ത് വിളിക്കുക നമ്മൾ, RF എന്ന്, റിസ്ക് ഫ്രീ റേറ്റ് എന്ന് എന്ത് ചെയ്യുക വിളിക്കുക. അപ്പോൾ RF എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ RM പറ്റി പറയാൻ കേട്ടോ. RM എന്ന് പറയാൻ എന്താണ്, മാർക്കറ്റ് റിട്ടേണില്ലേ, എന്താണ് മാർക്കറ്റ് റിട്ടേൺ. അതായത് ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആസ് എ ഇൻവെസ്റ്റർ എന്നുള്ള നിലക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു 15% നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതാണോ കാണുന്നത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണോ കാണുന്നത്, നമ്മളെന്താണ് മിനിമം റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ല കാണുന്നത്. അപ്പോൾ RM എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇടുമ്പോൾ, ഫണ്ട് ഇടുമ്പോൾ ആൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, RM എന്ന് വിളിക്കുക, മാർക്കറ്റ് റിട്ടേൺ എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ. RM പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആൾ ആഗ്രഹിക്കുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ ഉണ്ടല്ലോ, അതിനാണ് എന്ത് വിളിക്കുക നമ്മൾ, RM എന്ന് വിളിക്കുക. അപ്പോൾ RF പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം പറഞ്ഞത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു റിസ്ക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട റിട്ടേണിനെയാണ് എന്ത് വിളിക്കുക, RF എന്ന് വിളിക്കുക. RM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിനെ നമ്മൾ എന്ത് വിളിക്കുക, RM എന്ന് വിളിക്കുക. ഇനി അതിലുള്ള ടേം എന്താണ്, ഇനിയിപ്പോൾ എന്താണ്, മാർക്കറ്റ് റിസ്ക് പ്രീമിയം അല്ലുള്ളത്,
എടാ മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ RM മൈനസ് RF വരുന്നത്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു 15% എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ എന്തോ ഒഴിവാക്കാണ്, ഈ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് ഇൻക്ലൂഡർ ആക്കരടാ, റിസ്ക് ഫ്രീ റേറ്റ് എന്താക്കരം, ഇൻക്ലൂഡർ ആക്കരം. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഒരു റിസ്ക്കും ഇല്ലെങ്കിലുള്ള റിട്ടേൺ കിട്ടണം, പിന്നെ ഞാൻ റിസ്ക് എടുക്കണതിനുള്ള റിട്ടേണും കിട്ടണം. അപ്പോൾ ഇൻഡെപ്ത് പറയുകയാണെങ്കിൽ RM എന്ത് ഇൻക്ലൂഡറാണ്, RF ഇൻക്ലൂഡറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, RM ആരോ ഒഴിവാക്കാണ്, ഒരു 5% അനുസരിച്ചോ RF ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും, RM എന്തുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിൽ എന്തുണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ റിസ്ക് ഫ്രീ റേറ്റ് അല്ലാതെ ഈ ഒരൊറ്റ സെക്യൂരിറ്റിയിൽ നിന്ന് മാത്രമുള്ള റിസ്ക് എത്ര പെർസെൻറ്റേജ് ആകരം, 10% അല്ലേ. അപ്പോൾ എന്താണ് റിസ്ക് പ്രീമിയം കൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്ക് പ്രീമിയം കൊണ്ട് മീൻ ചെയ്യുന്നത്, ഈ ഇൻവെസ്റ്ററിന് റിസ്ക് ഫ്രീ റേറ്റ് അല്ലാതെ എക്സസ് ഓഫ് റിസ്ക് ഫ്രീൻ്റെ എത്ര കോസ്റ്റ് അല്ലെങ്കിൽ എത്ര റിസ്ക് വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. RM എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്, RM എന്ത് ഇൻക്ലൂഡറാണ്, RF ഇൻക്ലൂഡറാണ്. ഇപ്പോൾ എനിക്ക് 15% കിട്ടണം എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ എന്ത് കൺസിഡർ ചെയ്യും, റിസ്ക് ഫ്രീ കൺസിഡർ ചെയ്യും. പിന്നെ ഈ ഒരു സെക്യൂരിറ്റിക്ക് മാത്രം വരുന്ന റിസ്ക് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അങ്ങനെ എനിക്ക് എത്ര വേണമെന്ന് ഞാൻ പറയുന്നത്, 15 വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ആ റിസ്ക് ഫ്രീ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റിക്ക് മാത്രം വരുന്ന റിസ്ക് എത്രയാണ്, ഇപ്പോൾ 10% അല്ലേ വരുന്നത്. അപ്പോൾ അതാണ് എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്, മാർക്കറ്റ് റിസ്ക് പ്രീമിയം കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, ഈ ഒരൊറ്റ സാധനത്തുമ്പോൾ എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്, ഈ ഒരു സ്റ്റോക്കുമ്പോൾ മാത്രം 10% എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ബീറ്റനെ പറ്റി പറയണ്ടല്ലോ, അതവിടെ കേട്ടോ. ഇനി ബീറ്റനെ പറ്റി പറയേണ്ടത്, ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ബീറ്റ ഈസ് എ മെഷർ ഓഫ് സ്റ്റോക്കിലെ ഹിസ്റ്റോറിക്കൽ വോളറ്റാലിറ്റി കമ്പയർഡ് വിത്ത് വോളറ്റാലിറ്റി ഓഫ് ദ മാർക്കറ്റ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തെ കണക്കെടുക്കും. ഇതിന് കുറച്ച് നമ്മൾ ക്രെഡിറ്റ് ഏജൻസീസ് പറഞ്ഞ് പഠിച്ചല്ലടാ, ബോണ്ട് ക്രെഡിറ്റ് ഏജൻസീസ് പറഞ്ഞിട്ട് കുറച്ച് ടീമിനെ പഠിച്ചില്ലേ, ബോണ്ട് AA 3A എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഇതിനുണ്ട് S&P 500 പറഞ്ഞിട്ടൊരു ടീമുണ്ട്. ഇവരാണ് ഇത് എന്ത് ചെയ്യാം, ബീറ്റ വാല്യൂഷൻ ചെയ്യുക ഓരോ കമ്പനി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇടിഞ്ഞു, മാർക്കറ്റ് കുറച്ച് എന്ത് ചെയ്ത് വോളറ്റൈലാവുക പറഞ്ഞാൽ മാറ്റം വരിക, മാർക്കറ്റ് വോളറ്റൈൽ പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് മാർക്കറ്റ് എന്ത് ചെയ്ത് കുറച്ച് നെഗറ്റീവായി. അപ്പോൾ നമ്മളെ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ എന്ത് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള ഡിപ്പെൻസ് ആണ് എന്ത് വരിക, ബീറ്റേന്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു 1% നിങ്ങൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടില്ലേ, എടാ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചില്ലേ, പ്രൈസിലുള്ള മാറ്റം ഏതിന് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, ഡിമാൻഡിന് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിലുള്ള പ്രശ്നം നമ്മളുടെ കമ്പനിയുടെ സ്റ്റോക്കിനെ എത്രത്തോളം ബാധിക്കുന്നു. ഒന്നുകൂടി പറയാം, മാർക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെ സ്റ്റോക്കിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 എപ്പോഴാണ് വരിക, പ്രൈസിൽ ചെറിയ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ ഡിമാൻഡിൽ എന്ത് വരും, നല്ല വ്യത്യാസം വരും. അതേപോലെ തന്നെ മാർക്കറ്റിൽ ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോക്കിൽ എന്ത് വരും, വലിയ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അപ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ എന്താണ് കുറയാണ്. മാർക്കറ്റ് കുറഞ്ഞ മാർക്കറ്റിലുള്ള പ്രശ്നത്തിൻ്റെയൊക്കെയും കുറയാണെങ്കിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ എന്താകരം 1 ആകരം വരുന്നത്. മാർക്കറ്റിൽ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മളെ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, സ്റ്റോക്കിന് എഫക്റ്റ് ചെയ്യില്ലെങ്കിൽ അപ്പോൾ എന്താ കാര്യം, ലെസ് ദാൻ 1. മാർക്കറ്റിൽ ഉണ്ടാവുന്ന അതേ പ്രശ്നമാണ് നമ്മളെ സ്റ്റോക്കിന് വരുന്നത് വെച്ചാൽ അതിൻ്റെ എന്താണ് ഈക്വൽ ടു എന്താണ് 1 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോക്ക് ഇതെന്ന് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിലേഷനാണ്. പ്രൈസും ഡിമാൻഡും പോലെയല്ല, എന്താണ് ഡയറക്റ്റ് റിലേഷനാണ്. മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെ ബീറ്റന്നെ ഉണ്ടല്ലോ, ബീറ്റ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എത്രത്തോളം എഫക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ ഒരു 1% മാറ്റം വന്നു, അപ്പോൾ നമ്മളെ എന്തിന് 1%ൻ്റെ മുകളിൽ പ്രശ്നം വരികയാണെങ്കിൽ അപ്പോൾ എന്താണ് ഗ്രേറ്റർ ദാൻ 1 ആണ്. പക്ഷേ ഏതൊരു ഇൻവെസ്റ്ററും ഇപ്പോൾ നമ്മൾ പറഞ്ഞാലോ പ്രൈസിൻ്റെ കേസിൽ നമുക്കറിയാലോ, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടൂലേ, പക്ഷേ പ്രൈസ് എന്ത് ചെയ്യാനും ചാൻസ് ഉണ്ട്, കൂടാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, ഇൻവെസ്റ്റ്മെൻ്റ് ആവുകൊണ്ട് തന്നെ ഏതൊരു ഇൻവെസ്റ്ററും റിട്ടേണിൻ്റെ ബേസ് അല്ല നോക്കുക, എന്താ നോക്കുക, അത് റിസ്ക്ക് പോണ ബേസാണ് നോക്കുക. ഇപ്പോൾ ഗ്രേറ്റർ വോളറ്റാലിറ്റി ഉണ്ട് വിചാരിച്ചോ, ബീറ്റ എന്താണ് ഗ്രേറ്റർ ദാൻ 1 അല്ല ഫസ്റ്റ് പറയുന്നത്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കും, മാർക്കറ്റ് ഇടിഞ്ഞു വിചാരിച്ചോ, മാർക്കറ്റ് കൂടുകയാണെങ്കിൽ നല്ലോണം കൂടൂലേ, കൂടെ 1% ആയി കഴിഞ്ഞാൽ അതിൽ 4% എന്ത് വരുന്നുണ്ടാവും, മാറ്റം വരുന്നുണ്ടാവും. പക്ഷേ ആസ് എ ഇൻവെസ്റ്റർ എപ്പോഴും എന്തിനെ പറ്റിയിട്ടാണ് തിങ്ക് ചെയ്യുന്നുണ്ടാവുക, റിസ്കിനെ പറ്റിയിട്ടാണ് തിങ്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇൻവെസ്റ്റർ മോർ എന്തായിരിക്കും, മോർ വോളറ്റാലിറ്റി വരികയല്ലേ, മോർ സെൻസിറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് 1% ഇടിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്ര കുറയുന്നതാണ് പറഞ്ഞത്, 4% അല്ലേ. അപ്പോൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റർ എന്തിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നുണ്ടാവുക, റിട്ടേണെ പറ്റിയിട്ടല്ലേ ചിന്തിക്കുന്നുണ്ടാവില്ല, റിസ്കിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇയാൾക്ക് കൂടുതൽ റിട്ടേൺ വേണ്ടേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, നമ്മൾ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ 15 മൈനസ് 10 പറഞ്ഞത്, 15 മൈനസ് എത്ര 5 അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടുകയെന്ന് പറഞ്ഞ് 10 റിട്ടേൺ ആണ് ഇയാൾക്ക് ഈ ഒരു സ്റ്റോക്കുമ്പോൾ മാത്രം കിട്ടേണ്ടത്. പക്ഷേ ഈ സ്റ്റോക്ക് റിസ്കിലല്ലേ, ഗ്രേറ്റർ ദാൻ 1 അല്ലേ വരിക, അപ്പോൾ ഇയാൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടണ്ടേ, 10% എന്ത് ചെയ്യണം,
കൂടുതൽ കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ അടിക്കുക, 1ൻ്റെ മുകൾക്കല്ല അടിക്കേണ്ടത്, എന്നാലുള്ള 10ൻ്റെ മുകൾക്ക് വരിക. 1.5 അടിച്ച് കഴിഞ്ഞാലുള്ള 10ൻ്റെ മുകൾക്ക് കയറുള്ളൂ. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്ക് ഇപ്പോൾ എന്തിലാണെന്ന് അർത്ഥം, റിസ്കിൽ ആണെന്നാണ്. അപ്പോൾ നിങ്ങൾ ഇൻറ്റു അടിക്കേണ്ട എമൗണ്ട് 1ൻ്റെ മുകൾക്ക് വേണ്ടേ, ഇൻറ്റു 1 അടിച്ച് കഴിഞ്ഞാൽ എന്താ വരിക, ഇൻറ്റു 1 അടിച്ച് കഴിഞ്ഞാൽ 10 ഇൻറ്റു 1 അടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുക, 1നെ കിട്ടുക. അപ്പോൾ റിസ്ക് കാണിക്കണമെങ്കിൽ നിങ്ങൾ എന്തടിക്കണം, 1ൻ്റെ മുകൾക്ക് എന്ത് ചെയ്യണം, അടിക്കണം. അപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റോക്കിൻ്റെ 10% റിട്ടേൺ കിട്ടിയാൽ പോരാ, കാരണം ഇൻവെസ്റ്ററിന് എന്തുണ്ട്, റിസ്ക് ഉണ്ട്. അപ്പോൾ 10ൻ്റെ മുകളിൽ എന്ത് കിട്ടണം, റിട്ടേൺ കിട്ടണം. അപ്പോൾ 10 ഇൻറ്റു ഫോർ എക്സാമ്പിൾ 1.5 അടിച്ചാൽ പോരെ. അപ്പോൾ എത്രയാണ് വരിക, 15% അല്ലേ വരിക. നമ്മൾ ഇക്വേഷൻ എങ്ങനെയല്ലേ, ബീറ്റ ഇൻറ്റു RM മൈനസ് RF അല്ലേ. അപ്പോൾ ബീറ്റ കൂടുന്ന എപ്പോഴാണ്, നമ്മളുടെ കമ്പനിയുടെ സ്റ്റോക്ക് എന്തിലാവുമ്പോഴാണ്, റിസ്കിൽ ആവുമ്പോഴാണ്. അപ്പം ഇനി റിസ്ക് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബീറ്റ ലെസ് ദാൻ 1 ആണ് വരുന്നത്, ഒരു 4.5 വരുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന റിസ്ക് നിങ്ങളെ മാർക്കറ്റിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ എന്തിനെ ബാധിക്കൂല, സ്റ്റോക്കിനെ അത്രത്തോളം ബാധിക്കൂല. അപ്പം നിങ്ങൾക്ക് എന്തില്ലാന്ന് അർത്ഥം, റിസ്ക് ഇല്ല. അപ്പോൾ എനിക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, 10 കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എത്ര കൊടുത്തായി, 10 ഇൻറ്റു 0.5 ഉള്ളിൽ വരിക, എത്ര കൊടുത്താൽ മതി, 5% കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ സെറ്റായിട്ടാണ് കിട്ടും. ഓക്കെ. അപ്പോൾ RM മൈനസ് RF എന്താണ്, RM എന്ന് പറഞ്ഞാൽ ആൾ എക്സ്പെക്ട് ചെയ്യണ റിട്ടേൺ അല്ലേ, RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ്. അപ്പോൾ അത് അതിൽ നിന്നാണ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് മാത്രമുള്ള റിട്ടേൺ കിട്ടൂലേ. ആ റിട്ടേൺ എന്തുമായിട്ട് ഇൻഡ്യൂ ചെയ്യണം, നമ്മൾ ഇക്വേഷൻ ഇതല്ലടാ, ഈ ഇക്വേഷൻ നോക്കി നോക്ക്, റിസ്ക് പ്രീമിയം കാണുക എങ്ങനെയാണ്, ബീറ്റ ഇൻറ്റു RM മൈനസ് RF അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്, RM മൈനസ് RF നമുക്ക് ഓൾറെഡി എത്ര കിട്ടിക്കണു, 15 - 5 ചെയ്തിട്ട് എത്ര കിട്ടിക്കണു, 10% കിട്ടിക്കണു. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇൻറ്റു ബീറ്റ അല്ലേ, ഇൻറ്റു ബീറ്റ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, ബീറ്റ ഗ്രേറ്റർ ദാൻ വേണോ ലെസ് ദാൻ വേണോ. എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 1 ആവുക, നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷന് നമ്മളെ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. അത് പോസിറ്റീവ് ആവുക, എന്തോ ആവുക, നെഗറ്റീവ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണ്, ഒരു 1.5 ആണ്. മാർക്കറ്റ് നല്ലൊരു കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ 1.5 കൂടൂലേ, നല്ലതാണ്. പക്ഷേ ആസ് എ ഇൻവെസ്റ്റർ എപ്പോഴും എന്തേ നോക്കുള്ളൂ, 1.5 കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറയും, 1.5ൻ്റെ ഒക്കെ എന്ത് ചെയ്യും, കൂടുതൽ കുറയുന്നാലേ നോക്കുക. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവ് എപ്പോഴും എന്തിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുക, റിസ്കിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഡിക്രീസ് ആവണെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുക, ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് റിസ്ക് കൂടുതലാവുകൊണ്ട് തന്നെ ഇയാൾക്ക് 10% കിട്ടിയാൽ മതിയോ, ഇയാൾക്ക് എത്ര കിട്ടണം, ഒരു 1.5 അധികം കിട്ടണ്ടേ. അപ്പോൾ ആൾക്ക് എത്ര കിട്ടണം, 15%. ഇന്ന് ആൾക്ക് അത്രത്തോളം റിസ്ക് ഒന്നുമില്ല, കാരണം മാർക്കറ്റ് പ്രശ്നം ഉണ്ടാക്കി നിങ്ങളെ സ്റ്റോക്കിൻ്റെ വില കുറയൊന്നുമില്ല. അപ്പോഴല്ലേ ബീറ്റ് എന്താവണ്, ലെസ് ദാൻ എന്ത് ചെയ്യുന്നത്, 1 ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0.5 മതി, ഇയാൾക്ക് ഇത്രത്തോളം റിസ്ക് ഇല്ല, 10% ആൾക്ക് എന്ത് കൊടുക്കേണ്ടതാണ് അപ്പുറത്തും, റിട്ടേൺ കൊടുക്കേണ്ട. ആൾക്ക് എത്ര കൊടുത്താൽ മതി, ഒരു 5% എന്ത് കൊടുത്തായി, റിട്ടേൺ കൊടുത്തായി. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന അതേ റിസ്ക് ആണ് നിങ്ങൾക്ക് എതിരും ഉണ്ടാവുന്നത്, നിങ്ങളുടെ സ്റ്റോക്കിലും ഉണ്ടാവുക. അപ്പോൾ മാർക്കറ്റ് 1% ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നിങ്ങളത് എത്ര ഇൻക്രീസ് ആവും, 1% ഇൻക്രീസ് ആവും. സ്റ്റോക്ക് പ്രൈസ് എന്ത് ചെയ്യും, 1% ഇൻക്രീസ് ആവും. മാർക്കറ്റ് 1% ഇടിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്ക് പ്രൈസ് എന്ത് ചെയ്യും, 1% ഡിക്രീസ് ആവും. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതേ റിസ്ക് അല്ലേ വരുന്നത്. അപ്പോൾ ബീറ്റ് എത്ര ഏകരം 1 വരുന്നുണ്ടാവുക, 1 ആകുമ്പോൾ എത്ര തന്നെ വരികടാ, സെയിം പെർസെൻറ്റേജ് ആണ് വരിക. അപ്പോൾ ബീറ്റ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് മനസ്സിലായാലോ, നമ്മളുടെ സ്റ്റോക്കിൻ്റെ വോളറ്റാലിറ്റിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, റിസ്ക് പ്രീമിയം അല്ലേ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, വലിയ പേര് എന്താണ്, ചെറിയ ഇക്വേഷൻ അല്ലേ. അപ്പോൾ മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുമ്പോൾ RM മൈനസ് എന്തുള്ളൂ, RF ഉള്ളൂ. റിസ്ക് പ്രീമിയം എന്ന് പറയുമ്പോൾ എന്തുണ്ട്, ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അപ്പോൾ ബീറ്റ ഇൻറ്റു RM മൈനസ് RF എന്താണെന്നുള്ളത് കിട്ടിയല്ലോ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 15% റിസ്ക് ഉണ്ടല്ലേ. ഈ 15% നമുക്ക് കിട്ടിയത് നമ്മളെ മാത്രം റിസ്ക് അല്ലേ. ഇത് നമ്മൾ ആരും ഒഴിവാക്കിയാണ്, റിസ്ക് ഫ്രീ റേറ്റിനെ ഒഴിവാക്കിയിട്ടില്ലേ. ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം എന്ത് കിട്ടണം, RF കിട്ടണ്ടേ. ഓക്കെ, RFനെ ഒഴിവാക്കിയിട്ടല്ലേ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി ആരെ അതിലേക്ക് ആഡ് ചെയ്യണം, RFനെ അതിലേക്ക് തിരിച്ച് ആഡ് ചെയ്യണ്ടാ. കാരണം എന്താ വെച്ചാൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം എന്ത് കിട്ടണം എന്ന് പറഞ്ഞു, RF കിട്ടണം. പക്ഷേ നിങ്ങൾ RM ആരെ തട്ടിക്കണു ഓൾറെഡി, RFനെ ഒഴിവാക്കിയിട്ടാണ് ബീറ്റ് കൊണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുള്ളൂ, നമ്മളെ റിസ്ക് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിലേക്ക് തിരിച്ചിട്ട് ആരെ ആഡ് ചെയ്യണം, RFനെ അങ്ങോട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ റിസ്ക്കുകളായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. മിനിമം കിട്ടേണ്ടതായി, പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് മാത്രം കിട്ടേണ്ട എന്തായി, റിട്ടേൺ ആയി. അപ്പോൾ എന്തായി, നമ്മളെ ടോട്ടൽ എന്തായി, മിനിമം റിട്ടേൺ ആയി. അങ്ങനെയാണ് ഈ ഇക്വേഷൻ എന്ത് ചെയ്ത് വന്നിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ, ബീറ്റ ഈക്വൽ ടു 2 നിങ്ങളുടെ സ്റ്റോക്ക് വോളറ്റാലിറ്റി ഉണ്ടോ മാർക്കറ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ, ഹൈലി എന്താണ്, വോളറ്റൈലാണ്. ലെസ് ദാൻ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്താ അർത്ഥം, മാർക്കറ്റിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസിന് അത്രത്തോളം വോയിസ് എന്തിനില്ല, നമ്മുടെ സ്റ്റോക്കിന് ഇല്ല, നമ്മുടെ സ്റ്റോക്കിന് റിസ്ക് എന്താണ്, കുറവ് ആണ് എന്നുള്ളതാണ് മീൻസ് ചെയ്യുന്നത്. അതാണ് അതിന് കോമൺ ആയിട്ട് ചോദിക്കുന്ന ബീറ്റ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ബീറ്റയുടെ കേസ് പറയുന്നുണ്ടല്ലോ, ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ബീറ്റ 1 വരികയാണെങ്കിൽ എന്താണ്,
സെയിം ആ സിസ്റ്റമാറ്റിക് റിസ്ക് തന്നെ സെയിം. ആ 10% ആണെങ്കിൽ 10% തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത്. മാർക്കറ്റ് കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തില്ല പ്രശ്നങ്ങൾ, റിസ്ക് കൂടുതലുമില്ല, റിസ്ക് എന്തില്ല കുറവില്ല. പിന്നെ ശ്രദ്ധിക്കാണ്ട് മാർക്കറ്റിൻ്റെ ബീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് എന്താണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് മാർക്കറ്റ് ബീറ്റ് എന്താണ്, 1 ഓക്കെ. മാർക്കറ്റ് ആസ് എ ഹോള് ബീറ്റ് എത്ര വരിക, 1. പിന്നെ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ് ഗ്രേറ്റർ ദാൻ 1 വിചാരിച്ചോ, എന്താണ് മോർ വോളറ്റൈൽ അല്ലേ. സ്റ്റോക്കിൻ്റെക്കായും വോളറ്റൈൽ, മാർക്കറ്റിൽ ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്ക് എന്ത് ചെയ്യും, അതിനേക്കായി എന്താവും, വോളറ്റൈൽ ആവും. അപ്പോഴാണ് എന്ത് വിളിക്കുക, ഗ്രേറ്റർ ദാൻ 1. പിന്നെ ലെസ് ദാൻ 1 പറഞ്ഞാൽ എന്താ, സ്റ്റോക്ക് ഇസ് ലെസ് വോളറ്റൈൽ ദാൻ മാർക്കറ്റിൽ വോളറ്റൈലിൻ്റെക്കായും കുറവാണ് ഇത് സ്റ്റോക്കിൻ്റെ വോളറ്റാലിറ്റി. വോളറ്റാലിറ്റി പറഞ്ഞാൽ മീൻസ് എന്താടാ, വോളറ്റാലിറ്റി പറഞ്ഞാൽ എന്താ, സിംപ്ലി ചേഞ്ച്. പ്രോബബിലിറ്റി പറഞ്ഞാലോ ചാൻസ്, പ്രോബബിലിറ്റി ചാൻസും വോളറ്റൈൽ എന്താണ് ചേഞ്ചും. ഓക്കെ. മോർ വോളറ്റൈൽ ആണെങ്കിൽ ആൾക്ക് എന്ത് കൊടുക്കണം, അവിടെ ഹൈ റിട്ടേൺ കൊടുക്കണം. ലെസ് വോളറ്റൈൽ ആണെങ്കിൽ എന്ത് കൊടുത്താൽ ലോവർ റിട്ടേൺ കൊടുത്താൽ മതി. ഓക്കെ. അത് എഴുതിയെടുത്ത് ഗുണങ്ങൾ. എന്നാൽ നിങ്ങൾക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. എടാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ, അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ഇത് കിട്ടിയത് ഫസ്റ്റ് സിമ്പിളല്ലേ, ഡയറക്റ്റ് അല്ലടാ. റിസ്ക് പ്രീമിയം കാണണം, RRR കാണണം, മാർക്കറ്റ് റിസ്ക് പ്രീമിയം കാണണം, 3 കാണണേല്. ഏതൊക്കെ കാണാടാ, RRR കാണണം, റിസ്ക് പ്രീമിയം കാണണം, മാർക്കറ്റ് റിസ്ക് പ്രീമിയം കാണണം. ഒന്നാമത്തെ ആൻസർ പറയടാ കിട്ടിയത്. റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടിക്കണം നിങ്ങൾക്ക്, ചെയ്ത് നോക്കി കുട്ടികൾ ചെയ്തു. സഞ്ജുൾക്ക് കാൽക്കുലേറ്റർ അടിച്ചണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പിന്നെ അതിനെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണല്ലേ. 1+4 ഉണ്ടാവുള്ളൂ, എന്നാലും 1+4 5. നമുക്കറിയാം 5 എന്നാലും നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ അറിയാം, നമുക്ക് നമ്മളോട് ട്രസ്റ്റ് പോകും. ഏറ്റവും വലിയ സംഭവം അതാ ഉള്ള കാര്യമാണ്, നമുക്ക് നമ്മളോടുള്ള വിശ്വാസം പോകും. 150+250 ഒക്കെ ഉണ്ടാവും കേട്ടോ. നമുക്കറിയാം അത് സംഭവമാണ് 400 ആണെന്നുള്ളത്, പക്ഷെ നമുക്കൊരു പേടി. നമ്മൾ എന്നിട്ട് 150+250 അടിക്കും. കാരണം എന്നാലേ നമുക്കൊരു എന്താവുള്ളൂ, ഒരു സമാധാനമാവും, സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. അത് നമുക്ക് ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, കാൽക്കുലേറ്റർ യൂസ്. ഇപ്പോൾ 10+25 എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം അത് 35 ആണ് സാധനത്തിന്, പക്ഷെ നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു. ഇത് സംഭവമുണ്ട്. ഇയാളിതെന്താ കാട്ടി വെച്ചിക്കണ്? ആ പറയടാ. ഇതിപ്പം തെറ്റിച്ച് വെച്ചിക്കണല്ലോ. അവിടെ വേണ്ട, അവൻ തെറ്റിച്ച് വെച്ചിക്കണു. അവിടെ തെറ്റിച്ചിട്ടുണ്ടാവും. അവിടെ ഞാൻ എഴുതി തരാം. ഇത് 10% അല്ലേ? ഇത് എത്രയാണ്? ബനി ഇവിടെ എന്താ അടിച്ചിക്കണ്? ഇതൊക്കെയാണല്ലോ, ഇത് 5% ഇതാ ഒഴിവാക്കടാ. ഒരു ശീലാക്കണ്ട.
അവിടെയും കൊണ്ടേ തരും ഉണ്ട് കേട്ടോ. എടാ ഞാൻ എക്സ് വെച്ചിട്ടല്ല കേട്ടോ പഠിപ്പിച്ചല്. എടാ കാൽക്കുലേറ്റർ എന്നാ ഇപ്പോൾ പറഞ്ഞുതരാം. എടാ എല്ലാവരും ശ്രദ്ധിക്കാട്ടോ. എക്സ് വെച്ച് കാണണമെങ്കിൽ എക്സ് വെച്ച് കാണാം. പക്ഷേ ഞാൻ വേറെ രീതിയിലാട്ടോ ചെയ്യല്. ഇതിൽ സിമ്പിൾ ലോജിക്കലി തിങ്ക് ചെയ്തായിട്ടോ. ഇപ്പം നിങ്ങളിൽ 7.4 ക്യാൻസർ ഉണ്ടല്ലോ. ഓക്കെ, അതെങ്ങനെ നമ്മൾ കാണുക? മൂന്ന് ഓൾറെഡി ഉണ്ടല്ലേ, അതിൻ്റെ ഇപ്പോൾ ഒരു എമൗണ്ട് പ്ലസ് ചെയ്തിട്ടല്ലേ. ഓക്കെ, അപ്പോൾ ഡിറൈവ് ചെയ്ത് തരാം ജസ്റ്റ്. ഇനിയിപ്പോൾ 7ക്ക് ഇനി എത്രയുടെ വേണ്ടത്? ഓൾറെഡി 3 ആയില്ലേ. ഇപ്പോൾ ഓൾറെഡി 3 ആയി. ഇനി പ്ലസ് ചെയ്യേണ്ട എത്ര എമൗണ്ട് ആക്കണം? ഇത് ചെയ്ത് കിട്ടണ എത്ര എമൗണ്ട് ആവണം? 7.4 എന്തായാലും കിട്ടണ്ടേ. അപ്പോൾ 3 ഓൾറെഡി ആയി. ഇനി എത്ര കിട്ടാണ്ടാവുക? 7.4 3 കുറച്ചാൽ പോരെ. അപ്പുറത്ത് എത്ര കിട്ടൂലേ? അപ്പുറത്ത് എത്ര ഉണ്ടാവുക? 4.4 അല്ലേ അപ്പുറത്ത് വേണ്ടത്. ഓക്കെ, ഈ 4.4 എങ്ങനെയും കിട്ടി? 1.4 ഇൻറ്റു ഏതോ ഒരു എമൗണ്ട് അടിച്ചപ്പോഴല്ലേ. അപ്പോൾ അങ്ങോട്ട് ഇൻറ്റു ആണെങ്കിൽ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 4.4 ഡിവൈഡ് ബൈ എന്തടിച്ചായി? 1.4 അടിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3.14. പരിപാടി എക്സും വൈ ഒക്കെ ആണോ? ട്രൈ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. അതായത് 3 ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. 7.4 അല്ലേ ആൻസർ വരുന്നത്. 3 പ്ലസ് എത്ര അടിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 7.4 കിട്ടും. അത് ഓക്കെ ആണല്ലോ. അപ്പം ഇനി എന്ത് നോക്കിയാൽ അപ്പുറത്ത് എത്ര നോക്കിയാൽ പോരെ. അപ്പുറത്ത് എത്ര ഉണ്ടാവും? അപ്പോൾ 7.4 3 കുറച്ചാൽ പോരെ. 4.4 എന്ത് ചെയ്യുള്ളൂ വേണ്ടത്. എടാ ശ്രദ്ധിക്കുക, ജസ്റ്റ് സിമ്പിൾ സാധനമുള്ളൂ. 7.4 ഈക്വലായി കിട്ടും നിങ്ങൾക്ക്. 3ൻ്റെ ഇപ്പം ഇനി എത്ര കൂട്ടണ്ടേ? എത്ര കൂട്ടേണ്ടതെന്ന് എങ്ങനെ നോക്കുക? 7.4 3 കുറച്ചാൽ പോരെ. 4.4 അപ്പുറത്ത് ഇനി ഓൾറെഡി ടോട്ടൽ ഉള്ളത്. ഓക്കെ, ആ 4.4 നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ബീറ്റ ഇൻറ്റു RM-RF അല്ലേ ചെയ്തപ്പോഴല്ലേ കിട്ടിയത് നിങ്ങൾക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇൻറ്റു ചെയ്ത് എങ്ങനെ നമ്മൾ നോക്കുക? ആൻസർ 4.4 ആണ്. 1.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 4.4 കിട്ടി. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ പോരാ. അങ്ങോട്ട് ഇൻറ്റു ആണെങ്കിൽ ഇങ്ങോട്ട് ഡിവൈഡ്. 4.4 ഡിവൈഡ് ബൈ 1.4 അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടുക? 3.14 കിട്ടും. ഫൈനൽ ആൻസർ കിട്ടിയില്ല നിങ്ങൾക്ക്. അതല്ലേ നമുക്ക് ചോദിക്കണേ. എന്താ നമ്മളോട് ചോദിക്കണേ? മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്താണ്? RM-RF അതന്നെയല്ലേ നമുക്ക് കാണേണ്ടത്. ഓക്കെ, എന്നാൽ ഇതിൽ RM എത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ RM എത്ര വരിക? 3 കുറക്കല് വേണ്ട, 3 കൂട്ടുകാണ്ട് 6.1 അതൊന്ന് ചിന്തിച്ച് നോക്കിട്ടോ. നമ്മൾ എക്സുമായിട്ട് ഇടങ്ങാറാവണ്ട. എന്നാൽ അതൊക്കെ ചെയ്തോളി. 3 മൂന്നാമത്തെ ദിവസത്തിൽ 1 2 കുറേ ഉണ്ട്. നിങ്ങൾ ചെയ്തത് ഇവിടെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ. അത് വേറെ എന്തൊക്കെയാ സംഭവമാണ്. ഓ അല്ല, എക്സ് ഫൈൻഡ് ചെയ്യുക, RM ഫൈൻഡ് ചെയ്തിട്ട് പിന്നെ ഇത് കാണണം. നമ്മൾ ഈ മെത്തേഡ് അടിച്ചാൽ എന്നാൽ അടി ചെയ്തോളി. 1 2 കിട്ടിയില്ലേ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. തിരിച്ചു മറിച്ചിടൊക്കെ
മാർക്കറ്റ് റിസ്ക് 5.8 5%, 4.9. ഇത് ഇത്ര അല്ലടാ 5.88 അല്ലേ? 5.88. ഇത് കാണാൻ ഒരു പണിയില്ലല്ലോ. കാണാനൊരു പണിയില്ലടാ. RRR ഇതല്ലേ? RRR 12 അല്ലേ? ഈ ക്വസ്റ്റിന് രണ്ടാമത്തെ കാണാൻ ഒരു റിസ്ക്കും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ RF 7. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തിട്ട് പ്ലസ് ചെയ്യേണ്ടത് ഏതാണ്? റിസ്ക് പ്രീമിയം അല്ലേ? അത് 5 കഴിഞ്ഞു. അതന്നെ ഉള്ളു. ഇത് CAPM തന്നെ ഉള്ളു. ഇതാണ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതെന്താ റിസ്ക് പ്രീമിയോ? ഇത് സിമ്പിളല്ലേടാ. രണ്ടാമത്തെ ദിവസം സിമ്പിളല്ലേ? സിമ്പിളല്ലേ? 5 × 0.5 അല്ലേ? 2.5. ഇതെത്ര? ഇതെന്താ BJ ചോദിക്കണ്? അതൊന്നും വേണ്ട, ഞാൻ നോക്കി നോക്കട്ടെ. ഈക്വൽ ടു 6 തന്നെ വേണ്ടില്ലേ? ഞാനിങ്ങനെ തിരിച്ച് 6 ഡിവൈഡ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടണല്ലേ? ഇത് ഞാൻ ഇത് യൂസ് ചെയ്യും, X യൂസ് ചെയ്തില്ല. അവിടെ 6 ഇവിടെ 1 ഒന്നല്ലേ വരുന്നത്? ബീറ്റ 1.5. 12 മൈനസ് 6 തന്നെയല്ലേ? 10 അതാണ് ഞാൻ 12 കൊണ്ട് എഴുതിക്കണേ. ഞാൻ 12 കൊണ്ട് എഴുതിക്കണേ, അതാ പ്രശ്നം. അപ്പം ശരി. ഇപ്പം ഇവിടെ എത്രയാണ്? ഇവിടെ 4 അല്ലേ? 4 ഉള്ളത് എത്രയായി മാറണം? 6 മാറണം. ഞാനങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ 4 ഡിവൈഡ് ബൈ 6 6 ഡിവൈഡ് ബൈ 4 1.5. 1.5 × 4. ഇനി ഇതാ ബീറ്റ് തന്നെ RF. അപ്പോൾ 10 0.75 അല്ലേ? ബീറ്റ റിസ്ക് പ്രീമിയം വ്യത്യാസം. ഇത് 1.5 എത്ര ലാസ്റ്റില്? പോയിന്റ് അല്ലേ? പോയിന്റ് 6 അതല്ലേ? ബീറ്റ അല്ലേ? RF കാണാൻ അതിനെന്താ? RF ഇത് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്താൽ പോരെ. 11അല്ലടാ? കുറച്ച് അങ്ങോട്ട് പോകാം. തിരിച്ചേക്ക് ഇനി കോൺസെൻട്രേഷൻ പോയി അടച്ചോ. എടാ ഇത് ഈ ക്ലാസ്സൊക്കെ യൂട്യൂബിൽ വരും, അത് ഇരുന്ന് കണ്ടായി. അപ്പം ഇരുന്ന് കണ്ടായി. ഓക്കേടാ. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനില്ലേ? സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിക്യൂർഡ് റേറ്റ് ഓഫ് റിട്ടേൺ CAPM വെച്ചിട്ടില്ല. എല്ലാവരും ശ്രദ്ധിക്കാട്ടോ, ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ CAPM വെച്ചാൽ നമ്മൾ 6 കാണില്ലേ? എന്തുകൊണ്ട്? റിക്യൂർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാണില്ലേ? ഇതിനെന്തിൽ കാണിക്കുക? ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മളുടെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ എന്തൊക്കെ കൺവേർട്ട് ചെയ്യുക? ഒരു ഗ്രാഫിക്ക് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ആ ഗ്രാഫ് എങ്ങനെയാണ് പറയണത്, എങ്ങനെയാണ് റിക്യൂർഡ് റേറ്റ് ഓഫ് റിട്ടേൺ പറയണമെന്നുള്ളത് ഇൻഡെപ്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് CAPM ഗ്രാഫിക്കലി വിളിക്കുന്നത്? എന്താണ്
സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്നാണ് സിമ്പിൾ. എന്താ റിക്വയർഡ് റേറ്റ് ഓഫ് ഇക്വിറ്റി സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഈച്ച് ലെവൽ ഓഫ് ബീറ്റ. ഓരോ ബീറ്റയ്ക്ക് അനുസരിച്ച് എത്ര റിട്ടേൺ കൊടുക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്, അതിൽ കാണിക്കുന്നത്. എന്നാൽ നമുക്ക് ആ ഒരു ഗ്രാഫ് ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ RRR ഉണ്ടല്ലോ, അതിനെന്തിൽ കാണിക്കലാണ്? ഗ്രാഫിൽ കാണിക്കണതിനെ നമ്മൾ എന്ത് വിളിക്കുക? SLM എന്ന് വിളിക്കുക. ഇത്രേ ഉള്ളൂ. നമ്മളെ ഇക്വേഷൻ ഉണ്ടല്ലോ, RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF എന്നുള്ളത് ആ ഇക്വേഷൻ എന്തിൽ കാണിക്കുക? ഗ്രാഫിൽ കാണിക്കുക. എന്നാൽ അതിനെ നോക്കിയോ നിങ്ങൾ? ഇപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള പുതിയതല്ലേ? ഈ ഒരു ചോത്ത വരണ്ടല്ലോടാ, ഇതാണ് എന്ത് ചോത്ത വരല്ലേ? ഇനി ചുമന്നാന്നൊക്കെ പറയേണ്ടി വരും. ചോദിക്കുകയാണെങ്കിൽ മലപ്പുറത്ത് വന്നിട്ട് പിന്നെ നിങ്ങൾ RF, ആ ചെറിയ ലൈൻ ഉണ്ടല്ലോ RF. ഓക്കെ, അപ്പോൾ RFും ഇതെന്താണെന്ന് അറിയണത് ശ്രദ്ധിച്ചോ കേട്ടോ. റിസ്ക് പ്രീമിയം ആണെന്നല്ല അറിയണത്. അതെങ്ങനെ റിസ്ക് പ്രീമിയം? റിസ്ക് പ്രീമിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? RM മൈനസ് RF ഇൻറ്റു എന്തുണ്ട്? BT ഉണ്ട്. ഓക്കെ, ഓൾറെഡി ഇതൊന്നും ഇപ്പം ഇങ്ങനെയല്ലേ ലൈൻ വരുന്നത് മൊത്തം. അതിൽ നിന്ന് എന്തോ ഓൾറെഡി ഒഴിവാക്കിക്കണ്, ഇവിടുന്ന് ഒഴിവാക്കിയില്ല, ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക? RM എന്ത് കുറച്ചു? ഓൾറെഡി RF കുറച്ചു. പിന്നെ ഇതിൽ ഇൻഡിക്കേഷൻ ചെയ്യണത് എന്താണ്? ഓരോ ലൈനിലും ഓരോ ഇൻഡിക്കേഷൻ അല്ലേ? അപ്പോൾ അതിൽ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നർത്ഥം? ബീറ്റ ആയിട്ട് ഇൻറ്റു ബീറ്റയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ എവിടെ മുതൽ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? റിസ്ക് പ്രീമിയം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ലൈനോ, വെറും ഈ ലൈൻ എടുക്കുകയാണെങ്കിൽ ഇതിനെന്താ വിളിക്കുക? മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് വിളിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മാത്രം? ഈ ലൈന് മാത്രം എന്താ അഡ്ജസ്റ്റ് ചെയ്യണില്ല? ബീറ്റ അഡ്ജസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ നമ്മളോട് ചോദിക്കും സ്ലോപ്പ് ഓഫ് ദ SLM എന്താണ്? സ്ലോപ്പ്, ആ വര മാത്രം. ആ വര മാത്രം എന്ന് പറയുമ്പോൾ എവിടുന്നാണ്? RF കുറച്ചിക്കല്ലേ? RM എന്ത് കുറച്ചു? RF കുറച്ചു. ഇത് മാത്രമുള്ളല്ലോ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? മാർക്കറ്റ് റിസ്ക് പ്രീമിയം. അപ്പോൾ 2-3 എലമെൻറ്റ്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് എലമെൻറ്റ് എന്താ ഞാൻ പറഞ്ഞത്? ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിനെ എന്താ വിളിക്കുന്നത്? റിസ്ക് പ്രീമിയം എന്ന് വിളിക്കുന്നു. ആ ലൈനിനെ എന്താ വിളിക്കുക? മാർക്കറ്റ് റിസ്ക് പ്രീമിയം. കാരണം ആ ലൈൻ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണത്? ഓൾറെഡി RF കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിനെ എന്താ വിളിക്കുക? നമ്മളുടെ റിസ്ക് പ്രീമിയം എന്ന് വിളിക്കും. ബീറ്റ ഇൻറ്റു RM മൈനസ് RF അല്ലേ? ആ ലൈനിനെ എന്താ വിളിക്കുന്നത്? മാർക്കറ്റ് എന്താ വിളിക്കുക? മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്നും വിളിക്കൂലേ? ഓക്കെ, അപ്പം ഇനി ഇതിൽ എന്താ ഇൻഡിക്കേഷൻ ചെയ്യണമെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഓരോന്ന് നോക്കി. 0.5 ബീറ്റ് അല്ലേ? 0.5 ബീറ്റ് ആണെങ്കിൽ നമ്മൾ എത്ര റിട്ടേൺ കൊടുക്കണം എന്നാണ് ഈ ലൈന് പറയണത്? 4 നിങ്ങൾ 0.5 ആണല്ലോ ഇപ്പോൾ ഫസ്റ്റ് കിടക്കുന്നത്. 0.5 ആണെങ്കിൽ നിങ്ങൾ അതിന് RF കുറച്ച് ബാക്കി RM ഇൻറ്റു എന്ത് ചെയ്യണം? RF ചെയ്യണം. അങ്ങനെ എത്ര നിങ്ങൾ കൊടുക്കേണ്ടത്? 2% എന്ത് കൊടുക്കേണ്ടത്? റിട്ടേൺ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ 0.5 ആണ് ബീറ്റ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിന് 0.5 ആണെങ്കിൽ നമ്മൾ എത്ര റിട്ടേൺ കൊടുക്കേണ്ടതെന്ന് പറയുന്നത്? 2%. ഇനി ഒന്നാണെങ്കിലോ? ഒന്നാണെങ്കിൽ 3.5ൻ്റെ ഇടയിൽ ഏകദേശം നമുക്ക് എത്ര പെർസെൻറ്റേജ് ആക്കി എടുക്കാം? 4% ആക്കി എടുത്തു. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 എലമെൻറ്റ്സ് ആണുള്ളത്. എന്താണുള്ളത്? 2 എലമെൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലൈനിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? 6 പറഞ്ഞ സംഭവമല്ലേ? ഇപ്പോൾ 0.5 ബീറ്റ് ആണെങ്കിൽ നമ്മൾ എത്രയാണ്? 6 നമ്മളെ 2% ആണ് എന്ത് ചെയ്യേണ്ടത്? 6 വരെ. 1 ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആയി? 4% ആയി. അപ്പോൾ ഈ ഒരു ലൈൻ ഇൻഡിക്കേഷൻ ചെയ്യണത് നിങ്ങൾ എത്ര റിട്ടേൺ കൊടുക്കണം, മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഇല്ലേ, അതായത് 6 പറഞ്ഞ സാധനം എത്ര കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ കമ്പനി നമ്മളുടെ 6 കാണാനുള്ള അല്ലെങ്കിൽ P0 കാണാനുള്ള ഇക്വേഷൻ എന്താ എന്ന് പറഞ്ഞാൽ നോർമൽ ഡിവിഡൻറ്റിൻ്റെ വെച്ചിട്ടല്ലേ D/R ഈക്വൽ ടു എന്താണ്? P0. ഓക്കെ, ഇവിടെ ഒരു പ്രൈസിൻ്റെ കേസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കമ്പനി കൊടുക്കുന്ന ഡിവിഡൻറ്റ് പറഞ്ഞാൽ 2 രൂപയാണ്. എത്ര ഡിവിഡൻറ്റ് കൊടുക്കുന്നത്? 2 രൂപ. അപ്പോൾ നമ്മൾ 6 വെച്ചിട്ടല്ലേ ഇത് കൊടുക്കേണ്ടത്? ഓക്കെ, 6 വെച്ചിട്ടല്ലേ ഇത് കാൽക്കുലേഷൻ? D/R അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കമ്പനി എത്ര ഡിവിഡൻറ്റ് കൊടുക്കുന്നത്? 2 കൊടുക്കുന്നത്. നമ്മളെ കമ്പനി റിട്ടേൺ കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4%. 0.5 നമുക്ക് ബീറ്റേ ഉള്ളൂ. നമുക്ക് എത്രയേ ഉള്ളൂ? 0.5 ബീറ്റേ ഉള്ളൂ. പക്ഷേ നമ്മൾ റിട്ടേൺ കൊടുക്കുന്ന എത്ര പെർസെൻറ്റേജാണ്? 4% ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 എന്താ വരിക? 4 അല്ലേ വരിക? അപ്പോൾ എത്ര വരിക എന്ന് നോക്കി നോക്കുക. 2/4% ചെയ്ത് നോക്കിയോ ജസ്റ്റ്. 2/4% എത്രയാണ്? 50 അല്ലേ? ഓക്കെ, 50. ഓക്കെ, ശരിക്കും നമ്മൾ എത്രയാണ് പ്രൈസ് സെറ്റ് ചെയ്യേണ്ടിയിരുന്നത്? ശ്രദ്ധിച്ചോളിട്ടോ. ശരിക്കും റിട്ടേൺ അനുസരിച്ചിട്ട് നമ്മൾ എത്ര സെറ്റ് ചെയ്യേണ്ടിയിരുന്നത്? 2/2% അല്ലേ സെറ്റ് ചെയ്യേണ്ടിയിരുന്നത്? ഇതല്ലേ ശരിക്കും കൊടുക്കേണ്ടത്? ഓക്കെ, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? 4% ആണ്. അപ്പോൾ ഇതാണെങ്കിൽ എത്ര വരിക? 100 രൂപയല്ലേ പ്രൈസ് സെറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ലൈൻ അനുസരിച്ചിട്ട് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ 0.5 ആണെങ്കിൽ എത്ര കൊടുക്കേണ്ടുള്ളൂ? 2% കൊടുക്കേണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര പ്രൈസ് സെറ്റ് ചെയ്യാം? 100 സെറ്റ് ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ എത്ര റിട്ടേണാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്?
4% കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ പ്രൈസ് എത്രയായിട്ട് കുറഞ്ഞ് 100-ന് എത്രയായിട്ട് കുറഞ്ഞ് 50 കുറഞ്ഞ്. അപ്പോൾ നമ്മളെ മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓവർ പ്രൈസ്ഡ് ആണോ അതോ കുറഞ്ഞ പ്രൈസ്ഡ് ആണോ? അണ്ടർ പ്രൈസ്ഡ് അല്ലേ? അതെന്താണ് 100-ന് കൊടുക്കണേ ശരിക്കും, പക്ഷെ നമ്മൾ എത്രയാണ് കൊടുക്കണത്? ഇപ്പോൾ 50-ന് കൊടുക്കണത്. അപ്പോൾ ഇവിടെ ഈ സെക്യൂരിറ്റി ലൈനിൻ്റെ മുകളിലാണെങ്കിൽ എന്തെന്നാണ് വിളിക്കുക? നമ്മൾ അണ്ടർ പ്രൈസ്ഡ് എന്നാണ് വിളിക്കുക. എന്നാൽ ഇനി വേറൊരു സിനാരിയോ ഒന്നാണ് വിചാരിച്ചോ. ഒന്നാണെങ്കിൽ നമ്മൾ എത്ര % കൊടുക്കണം ശരിക്കും? ആ ലൈനനുസരിച്ച് എത്ര കൊടുക്കണം? 4% കൊടുക്കണ്ടേ? അപ്പോൾ 4% കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൈസ് എത്ര സെറ്റ് ചെയ്യാൻ പറ്റുക? 50 സെറ്റ് ചെയ്യാൻ പറ്റുക. അതിന് വരെ നമ്മളിപ്പോൾ എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2% കൊടുക്കുന്നുള്ളൂ. എത്ര % കൊടുക്കുന്നുള്ളൂ? 2% കൊടുക്കണം. അപ്പോൾ എത്രയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക? 100-ന്. അപ്പോൾ മാർക്കറ്റിൽ 50 രൂപ വാല്യൂ ഉള്ള സാധനം ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് എത്ര രൂപയ്ക്കാണ് വിൽക്കണമെന്ന് അർത്ഥം? 100 രൂപയ്ക്കാണ് വിൽക്കണത്. അപ്പോൾ സെക്യൂരിറ്റി ലൈനിൻ്റെ താഴെയാണെങ്കിൽ അതിനെന്താ വിളിക്കുക? ഓവർ പ്രൈസ്ഡ്. ഈ ഒരു സാധനം കൂടി എന്ത് ചെയ്യണം? പഠിച്ചേക്കണം. വലിയ ഡെപ്തിലൊന്നും പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിൻ്റെ മുകളിലാണ് റിട്ടേൺ വെച്ചാൽ നമ്മളുടെ സ്റ്റോക്ക് എന്താണെന്ന് അറിയാം, അണ്ടർ പ്രൈസ്ഡ് ആണ്. കാരണം നമ്മൾ കൊടുക്കേണ്ട റിട്ടേണിൻ്റെ ഒക്കെ കൂടുതൽ റിട്ടേൺ കൊടുക്കുകയല്ലേ. അപ്പോൾ നമ്മൾ റിട്ടേൺ കൂടുതൽ കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൈസ് എന്താ കാര്യം? കുറവ് ആയിരിക്കും. അതായത് ചെറിയ പ്രൈസിന് നമ്മൾ എന്ത് ചെയ്യുക? വലിയ റിട്ടേൺ എന്ത് ചെയ്യുക? കൊടുക്കുക. ശരിക്കും നമ്മളെ സ്റ്റോക്കിന് അതിനേക്കായി എന്തുണ്ട്? ഈ മിനിമം റിട്ടേൺ അനുസരിച്ചിട്ട് വാല്യൂ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ എത്രയിനാണ് ഇത് പോകേണ്ടത്? 100-ന് പോകേണ്ട സാധനം എത്രയിന് വിൽക്കുകയാണ്? 50-ന് വിൽക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4% കൊടുക്കേണ്ടത് നമ്മൾ എത്ര % കൊടുക്കണുള്ളൂ? ജസ്റ്റ് 2% കൊടുക്കണുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഈ സാധനം വിൽക്കണം എന്താണ്? നല്ല എന്ത് കൂട്ടിയിട്ടാണ്? പ്രൈസ് എന്ത് ചെയ്താണ്? കൂട്ടിയിട്ട് ആണ്. അപ്പോൾ 2 പോയിന്റ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിൻ്റെ മുകളിലാണെങ്കിൽ എന്താ? ഓവർ പ്രൈസ് അണ്ടർ പ്രൈസാ? നമ്മളെന്ത് ചെയ്യുന്നത്? അണ്ടർ പ്രൈസ്. മാർക്കറ്റ് ലൈനിൻ്റെ താഴെയാണെങ്കിൽ എന്താണ്? ഓവർ പ്രൈസ് എന്നുള്ളത്. ഈ സാധനം എന്ത് ചെയ്യുക? പഠിച്ചൊക്കെ നമ്മളൊരു പോയിന്റ് ആക്കിയിട്ട് താഴെ എന്ത് ചെയ്തിട്ടുണ്ടാവും? എഴുതിയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ 3 പോയിന്റ്സ് ആദ്യം പഠിച്ചേക്കണം കേട്ടോ. അതിൻ്റെ മുമ്പേ ഇപ്പോൾ സ്ലോപ്പ് ഓഫ് ദ മാർക്കറ്റ് ലൈൻ എന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ലോപ്പ്, ആ ഒരു വര മാത്രം, ആ ലൈന് മാത്രത്തിന് എന്താ നമ്മൾ വിളിക്കുന്നത്? ഈ സ്ലോപ്പിനെ മാത്രം വിളിക്കുന്നത് എന്താ? മാർക്കറ്റ് റിസ്ക് പ്രീമിയം. അതൊരു പോയിന്റാണ്. സ്ലോപ്പ് ഓഫ് ദ മാർക്കറ്റ് ലൈന് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്താണ്? മാർക്കറ്റ് റിസ്ക് പ്രീമിയം. കാരണം എന്ത് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യണുള്ളൂ? RM അല്ല ഈ പോണത്. RM നിന്ന് എന്ത് കുറച്ച്? RF കുറച്ച് മാത്രം. ഓക്കെ, പക്ഷേ ഇതെങ്ങനെ വരുന്നത്? ഒരു സംഭവം എടുക്കുമ്പോൾ നമ്മൾ ഏതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്? ബീറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയായി? RM മൈനസ് എന്തായി? RF ആയി. പിന്നെ ഇൻഡ്യ എന്തുമായി? ബീറ്റ് ആയി. അപ്പോൾ അതിനെന്താ വിളിക്കുക? റിസ്ക് പ്രീമിയം. ഓക്കെ, അപ്പോൾ 2 എലമെൻറ്റ്സ്. അതിൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ ഏതാണ്? റിസ്ക് പ്രീമിയം. ആ ലൈന് മാത്രമാണെങ്കിൽ എന്താണ്? നമ്മളുടെ മാർക്കറ്റ് റിസ്ക് പ്രീമിയം. പിന്നെ നമ്മളുടെ കൊടുക്കേണ്ട റിട്ടേൺ കൂടുതലാണ് കൊടുക്കുന്നത് വെച്ചാലോ, കൂടുതൽ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രൈസ് എന്താണ്? കുറവാണ്. മുകളിലാണെങ്കിൽ എന്താണ്? പ്രൈസ് കുറവും. റിട്ടേൺ കുറവാണ് കൊടുക്കുന്നത് വെച്ചാൽ പ്രൈസ് എന്താണ്? കൂടുതലാണെന്നുള്ള ആ ഒരു 3 പോയിന്റ്സ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? താഴെ എഴുതിയിട്ടില്ലടാ. നമ്മൾ പറഞ്ഞ പോയിന്റിൽ എഴുതിക്കണം. ഇഫ് എ സെക്യൂരിറ്റി ലൈസ് എബോ SLM ആണെങ്കിൽ എന്താ പറഞ്ഞത്? അണ്ടർ പ്രൈസ്ഡും. ബിലോ SLM ആണെങ്കിൽ എന്താണ്? ഓവർ പ്രൈസ്ഡും ആണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ലൈ ആണെങ്കിലോ സെയിം അതിലാണെങ്കിൽ പിന്നെ ഒന്നും പറയാമല്ലോ. അത് തന്നെയല്ലേ. അതായത് 50 രൂപക്ക് വെക്കേണ്ടത് എത്രയിനെ വെക്കണം? 50-നെ വെക്കണം. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓവർ പ്രൈസ്ഡും ഇല്ല, അണ്ടർ പ്രൈസ്ഡും ഇല്ല. ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റേ പോയിന്റ്. SLM സ്റ്റോപ്പ് ഓഫ് ദി SLM എന്താണ്? മാർക്കറ്റ് റിസ്ക് പ്രീമിയം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടെ, നമുക്ക് ഈസി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സ്ലോപ്പ് ഓഫ് ദി SLM എന്താണ്? മാർക്കറ്റ് റിസ്ക് പ്രീമിയം. ഓക്കെ, എന്നാൽ ഈ ഒരു സാധനം ശ്രദ്ധിച്ചാൽ നിങ്ങൾ പോർട്ട്ഫോളിയോ എന്ന് കേട്ടു നിങ്ങൾ. എടാ, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റോക്കിൽ തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. ഇതിൽ കുറച്ച് ഡെപ്ത് നോളജ് വേണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രാക്ടീസിൻ്റെ ഇതിൽ നല്ല സ്റ്റോക്ക് ട്രേഡിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതിന് കുറച്ചും കൂടി എന്ത് ചെയ്യണം? അറിയണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർക്കും ഒരു സ്റ്റോക്കിൽ ഒരു ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യുക. ഹോസ്പിറ്റലിൻ്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ സ്റ്റോക്കിൽ മാത്രം എൻ്റെ എല്ലാ സേവിങ്സും കൊണ്ടിട്ട് വിചാരിച്ചോ. എല്ലാ സേവിങ്സ് ചെയ്തിട്ട് മാത്രം കൊണ്ടിട്ടാണ് ആ ഹോസ്പിറ്റലിൻ്റെ സ്റ്റോക്കിൽ മാത്രം കൊണ്ടിട്ടാണ്. ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് എന്തെങ്കിലും പോലീസ് കേസ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫെയിം പോകും, ഗുഡ് വില്ല് പോകും. അതുപോലെ സ്റ്റോക്ക് എന്ത് ചെയ്യും? മൊത്തത്തിൽ അങ്ങോട്ട് ഇടി. അപ്പോൾ ആരെ ഏണിങ്സ് മൊത്തം പോവുകയാണ്? എൻ്റെ ഫണ്ട് മൊത്തം പോകുമല്ലേ. അപ്പോൾ ആസ് എ അറിയുന്ന ട്രേഡർ ഒരിക്കലും ഒന്നിന് മാത്രം എല്ലാ സേവിങ്സും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യില്ല? ഇടൂല. ഓക്കെ, അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ലേ? ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യാന്നല്ലേ? ഇത് പക്ക ഡൈവേഴ്സിഫിക്കേഷനാണ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിസ്കിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹെഡ്ജ് ചെയ്യാറില്ലേ? റിസ്കിനെ ഹെഡ്ജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി,
ഓക്കെ, ആ ടൈമിൽ തന്നെ നമ്മളുടെ ഏതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കൂടുന്നു വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യും, വാല്യൂ കൂടും. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ, അത് തമ്മിലൊരു നെഗറ്റീവ് റിലേഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ കുറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, കൂടും. കാരണം റെസ്റ്റോറൻറ്റ്സിൽ ഇഷ്യൂ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് ഇഷ്യൂ ആണെന്നുള്ളതല്ലേ. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കേസിൽ എന്താണ്, ഹോസ്പിറ്റലിൽ ആൾക്കാർ കൂടുതൽ എന്ത് ചെയ്യുക, പോകൽ ചെയ്യുക, ഹോസ്പിറ്റലിൻ്റെ ഇൻകം എന്ത് ചെയ്യുക, കൂടുക ചെയ്യുക. അപ്പോൾ റെസ്റ്റോറൻറ്റ് മേഖല ഇടിയുമ്പോൾ ഏത് മേഖല കയറിയൊരു ഇൻഡസ്ട്രി കയറിയൊരു ചെയ്യുക, ഹോസ്പിറ്റൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 500 രൂപ ഇവിടെ ഇട്ടു, 500 രൂപ അപ്പുറത്ത് ഇട്ടു വിചാരിച്ചോ. ശ്രദ്ധിച്ചോട്ടോ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹോസ്പിറ്റലിൽ എത്ര ഇട്ടുകണു നിങ്ങൾ, ഒരു 500 റുപ്പീസ് ഇട്ടുകണു. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് മേഖലയിൽ ഏത് ഇട്ടുകണു, ഒരു 500 ഇട്ടുകണു. ഇതൊരു 200ക്കായി കുറഞ്ഞു. 500 എത്രയ്ക്ക് കുറഞ്ഞു, 200ക്ക് കുറഞ്ഞു. അത് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി വിചാരിച്ചോ, കുറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞില്ല റെസ്റ്റോറൻറ്റിൻ്റെ. ഓക്കെ, അതേ പകരം ഇപ്പുറത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു 800 മാറിയിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ഇതിൽ ഉള്ള എൻ്റെ ഇപ്പോഴും എൻ്റെ കയ്യിൽ എത്ര ഉള്ളത്, 1000 റുപ്യയിലുള്ളത്. ഇപ്പം നേരത്തെ എത്ര ഉണ്ടായിരുന്നത്, 1000 അല്ല ഉണ്ടായത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടുന്ന് കുറയുമ്പോൾ മറ്റേത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കൂടും. ഇത് രണ്ടും എന്താണ്, കണക്റ്റഡ് ആണ്. നെഗറ്റീവ് റിലേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡസ്ട്രി ഇടിയുമ്പോൾ ഇപ്പുറത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡസ്ട്രി എന്ത് ചെയ്യും, കൂടും. ഇതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ അറിയണ ആരും എന്ത് ചെയ്യില്ല, ഒന്നിപ്പോൾ ഹോസ്പിറ്റലിൽ മാത്രം ഇടുകയാണെങ്കിലും ഇപ്പോൾ ഈ 1000 റുപ്യ ഞാൻ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിട്ടത്. ഹോസ്പിറ്റലിൻ്റെ മേഖല ഇടിയുമ്പോൾ ഇതിൻ്റെ ഫണ്ട് മൊത്തം അങ്ങോട്ട് എന്ത് ചെയ്യും, ഫുള്ളായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുക, സിംപ്ലി എന്ത് വിളിക്കുക, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ റിസ്ക് കൂടിയത് റിസ്ക് കുറഞ്ഞത് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കും. റിസ്ക് കൂടിയത് എന്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കും, റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കും. അതായത് നമുക്ക് എന്ത് ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലായിട്ട് കംപ്ലീറ്റ്ലി നമ്മളെ മേത്തേക്ക് തട്ടരുത്. നമ്മളെ ഫണ്ട് കൊണ്ട് കാരണം നമ്മളെ മേത്തേക്ക് എന്ത് ചെയ്ത് തട്ടരുത്. അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം പറയാം, നമ്മൾ പോർട്ട്ഫോളിയോ ആൻഡ് റിസ്ക് ആൻഡ് റിട്ടേൺ എന്നല്ല പറയുന്നത്. ഓക്കെ, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ലിസ്റ്റ്, അതിനെയാണ് എന്ത് വിളിക്കുക നമ്മൾ, പോർട്ട്ഫോളിയോ. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്, പിന്നെ ഇടക്ക് സ്റ്റോക്ക്, പിന്നെ ഷെയർസ്. അപ്പോൾ പലതിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ. അപ്പോൾ ഒന്ന് പോയി കഴിഞ്ഞാൽ മറ്റേതുണ്ടാവും. അല്ല ഒക്കെ ഒന്നിലാണ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതാണ് തകർന്ന് കഴിഞ്ഞാൽ ഫുള്ളിൻ്റെ ഫണ്ട് അങ്ങോട്ട് എന്ത് ചെയ്യും, പോകും. അപ്പോൾ എങ്ങനെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുക. അപ്പോൾ ആസ് എ നോ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യേണ്ടത്, ഒന്നിൽ മാത്രം എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റ് ചെയ്ത് പല പല മേഖലകളിൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളെ കമ്പനിയിൽ നടക്കുന്നൊരു പരിപാടിയാണ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് വിൽക്കണം. അതായത് ഒറ്റ പ്രൊഡക്റ്റ് മാത്രം എന്ത് ചെയ്ത് വിൽക്കരുത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റിമോട്ട് ഉണ്ടല്ലോ, ഇത് പ്രൊജക്ടർ അല്ലേ, പ്രൊജക്ടർ വിൽക്കുന്ന കമ്പനി എന്ത് മാത്രം വിൽക്കരുത്, പ്രൊജക്ടർ മാത്രം വിൽക്കരുത്. ഒരു എക്സാമ്പിൾ പറയാൻ സാംസങ് ഇപ്പോൾ എന്തൊക്കെ നിങ്ങളെ അറിവിൽ വിൽക്കുന്നുണ്ട്, ഫ്രിഡ്ജ് ഫോണൊക്കെ വിൽക്കുന്നുണ്ടല്ലേ, ജെറ്റ് വിമാനം വരെ വിൽക്കുന്നുണ്ട്. അറിയാം നിങ്ങൾക്ക്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. സാംസങ് എന്ത് വിൽക്കുന്നുണ്ട്, ജെറ്റ് വിമാനം ഉണ്ടല്ലോ, ആ സാധനം വരെ വിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ അറിയാത്ത ഒരുപാട് പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് ഈ ഇലക്ട്രോണിക്സ് പറഞ്ഞ മേഖല ഉണ്ടല്ലോ, അത് തകർന്ന് കഴിഞ്ഞാലും എന്തില്ല, പ്രശ്നമല്ല. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് പല സാധനങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, കടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട്. നമ്മൾ എന്ത് ചെയ്യലില്ല, ഒന്നിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ പല പല കാര്യങ്ങളിലും എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒന്ന് തകർന്ന് കഴിഞ്ഞാലും ആരെ മേത്ത് കിട്ടൂല, ആസ് എ ഇൻവെസ്റ്ററിൻ്റെ മേത്തേക്ക് എന്ത് ചെയ്യില്ല, തട്ടൂല. അതിനെയാണ് എന്ത് വിളിക്കുക, പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കണം, ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ് അസറ്റ് മാനേജ്ഡ് ബൈ എ ആസ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ അസറ്റ്സിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ. ആ ലിസ്റ്റിനെയാണ് എന്ത് വിളിക്കുക, പോർട്ട്ഫോളിയോ. അതിലെന്തൊക്കെ ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവും, ബോണ്ട് ഉണ്ടാവും, അതർ സെക്യൂരിറ്റീസ് ഉണ്ടാവും. നമുക്ക് കമ്പനികളെ ബോണ്ട് വാങ്ങാം. ബോണ്ട് മാത്രം വാങ്ങി റിസ്ക് ആണെങ്കിൽ നമ്മൾ ഏത് വാങ്ങും, കുറച്ച് ഷെയർസ് വാങ്ങിയിടും. പിന്നെ ഇനി ടി ബില്ല്, ട്രഷറി ബില്ല്, ഇങ്ങനത്തെ മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യുക, വാങ്ങിയിടുക. അപ്പോൾ ഒന്നിന് മാത്രം ഫണ്ട് ഇടരുത്, എന്ത് ചെയ്യുക, പല പല സാധനങ്ങളിൽ എന്ത് ചെയ്യുക, ഫണ്ട് ഇടുക. അപ്പോൾ ഒന്നിന്ന് തകരുമ്പോൾ മറ്റേതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ച് കാനെങ്കിലും എന്ത് ചെയ്യും, പറ്റും. ഓക്കെ, ഇനി പോർട്ട്ഫോളിയോ തിയറി അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓഫ് ഒപ്റ്റിമൈസിങ് റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്ക് റിട്ടേൺ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇതെന്താണ്, ഇതിൻ്റെ കോർ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ എന്താണ്, ഡൈവേഴ്സിഫൈ ചെയ്യുക. റിസ്കിന് എന്ത് ചെയ്യുക, ഡൈവേഴ്സ് ചെയ്യുക. എന്താ ഡൈവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാലാടാ, മാനേജ് ചെയ്യല്ലേ, ഹെഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ നമ്മൾ. ഓക്കെ, അപ്പം ഇനി ശ്രദ്ധിച്ചോളി, ഡൈവേഴ്സിഫിക്കേഷൻ ഹെൽപ്പ് റെഡ്യൂസ് റിസ്ക്. നമ്മൾ പറഞ്ഞല്ലോ വൺ അസെറ്റ് ഫാൾസ്. ഫാൾസ് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു അസെറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്ത് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനദർ മേ റൈസ് ടു ഓഫ്സെറ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൻ്റെ റെസ്റ്റോറൻറ്റിനും പറഞ്ഞില്ലേ, അത് ഒരു അസെറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ മറ്റൊരു അസെറ്റിൻ്റെ വാല്യൂ അവിടെ എന്ത് ചെയ്യും, കൂടും. അത് ഓഫ്സെറ്റ് ആവൂലേ. ഓഫ്സെറ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമെന്നുള്ള നഷ്ടം മറ്റേതുമെന്ന് എന്ത് ചെയ്യും, കിട്ടും. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡൈവേഴ്സിഫൈ ചെയ്യാൻ. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ ഏത്, ഹോസ്പിറ്റലും അതുപോലെ എന്തും റെസ്റ്റോറൻറ്റും. ഇത് ടോട്ടലി കണക്റ്റഡാണ്. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി തകർന്ന് കഴിഞ്ഞാൽ അപ്പോൾ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി എന്ത് ചെയ്യും, കയറും. കാരണം ഹോസ്പിറ്റലിൽ അത്ര ഇതായിട്ടില്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഇതൊന്നും എന്ത് ഇല്ല എന്നാണ് അർത്ഥം.
വലിയ ഇഷ്യൂസ് ആൾക്കാരിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് എന്തില്ല ഇഷ്ടമില്ല. നേരെ റിവേഴ്സാണ് വരിക. നോർമൽ സിറ്റുവേഷനിൽ എങ്ങനെ വരിക? കുറേ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി പൊന്തുമ്പോൾ എന്ത് തകരും? നമ്മുടെ ഹോട്ടൽ എന്ത് ചെയ്യും? തകരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ എന്ത് ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവുകൊണ്ടാണ് ആൾക്കാർക്ക് എന്ത് വരുന്നത്? രോഗവും കണ്ടവും വരുന്നത്. അപ്പോൾ ഇത് ടോട്ടലി എന്താണ്? കണക്റ്റഡ് ആണ്. പക്ഷേ ഇത് പോസിറ്റീവ് റിലേഷൻ ആണോ? ഇത് കൂടുമ്പോൾ മറ്റും കൂടുകയാണ് ചെയ്യുന്നത്. ഇത് കുറയുമ്പോഴാണ് എന്ത് കൂടുക? മറ്റേ കൂടുക. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നെഗറ്റീവ് റിലേഷനുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? നെഗറ്റീവ് റിലേഷനുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ ഇനി കീ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, പോർട്ട്ഫോളിയോ കോൺസെപ്റ്റ്സ് അല്ല പറയുന്നത്. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് റിസ്ക് ഉള്ളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ലോവസ്റ്റ് റിസ്ക് ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നമ്മളുടെ എമൗണ്ട് നമ്മൾ പലയിടത്തും ഇങ്ങനെ എന്ത് ചെയ്യണം? നല്ല റിസ്ക് കൂടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ റിസ്ക് കുറഞ്ഞുള്ളിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വെക്കണം. പിന്നെ പറയുന്നത് റിസ്ക് റിഡക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ സംഭവം, വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്രീസ് ആകുമ്പോൾ നമ്മൾ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി എന്താവണം? ഒന്ന് ഡിക്രീസ് ആകുമ്പോൾ മറ്റേത് ഓട്ടോമാറ്റിക്കലി എന്താവണം എന്ന് പറഞ്ഞു? ഇൻക്രീസ് ആവണം. എന്നാലേ നമുക്ക് ആ റിസ്കിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിഡക്ഷൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യുള്ളൂ? പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ ഷോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യല്? ഒറ്റൊന്നിൽ എന്ത് ചെയ്യരുത്? ഇൻവെസ്റ്റ് ചെയ്യരുത്. പിന്നെ പറയുന്നത് അസറ്റ് അലോക്കേഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും സ്റ്റോക്കിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തത്തിൽ എന്ത് ചെയ്യും? പാളും. അതുകൊണ്ട് നിങ്ങൾ സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്തിലും ഇൻവെസ്റ്റ് ചെയ്യുക? ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, മറ്റു സെക്യൂരിറ്റീസിലൊക്കെ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ബെസ്റ്റ് റിട്ടേൺ കിട്ടും. എല്ലാവരും എന്ത് കിട്ടും? ബെസ്റ്റ് റിട്ടേൺ കിട്ടും. ഒന്നിന് മാത്രം ആകുമ്പോൾ ഒന്ന് മാത്രം പാളിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കൂലേ? അപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻസിലും എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് പറഞ്ഞ സംഭവം നമുക്ക് ഇത് കണക്റ്റഡ് ആവും. അവിടെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് പറഞ്ഞ സംഭവം എന്തെന്നു നമ്മൾ പഠിച്ചില്ലേ? നമ്മളെ കമ്പനിയുടെ റിസ്കിനെയാണ് എന്ത് വിളിക്കുക? അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇൻഡസ്ട്രി റിസ്ക്, ഇത് ശ്രദ്ധിച്ചോളി. എന്ത് റിസ്ക് നമ്മൾ പഠിച്ചല്ലേ? ഇൻഡസ്ട്രി റിസ്ക് ഏതിൽ വരുന്നതാണ്? കമ്പനി റിസ്കിൽ വരുന്നതല്ലേ? കമ്പനി റിസ്ക് അല്ലെങ്കിൽ എന്ത് റിസ്ക് എന്ന് വിളിക്കുന്നതിന്? അൺസിസ്റ്റമാറ്റിക് റിസ്ക്. എങ്ങനെയാണ് ഇൻഡസ്ട്രി റിസ്ക് നമുക്ക് പോർട്ട്ഫോളിയോ വെച്ചിട്ട് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഹോസ്പിറ്റലിലെ കേസ് പറഞ്ഞല്ലോ. ഹോസ്പിറ്റലിൽ ഇൻഡസ്ട്രി അല്ലേ? ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. വേറൊരു ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഇൻഡസ്ട്രി ഇടിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കൂടുമെന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ എനിക്കിത് എന്തുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും? പോർട്ട്ഫോളിയോ വെച്ചിട്ട് എന്ത് ചെയ്യും? ആസ് എ ഇൻവെസ്റ്റർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രണ്ട് ഇൻഡസ്ട്രി അല്ലേ? റെസ്റ്റോറൻറ്റ് വേറെ ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽ എന്താണ് വേറെ. ഞാൻ രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഇടിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഇൻഡസ്ട്രിയുടെ എന്ത് ചെയ്യും? കൂടി കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് എന്ത് മാനേജ് ചെയ്യാൻ പറ്റും? ഈ അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസ്ക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യും? പറ്റും. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ 2-3-4 ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചിരിക്കാൻ പറ്റും. അതിൽ നമ്മൾ വേറെ 2-3 പറഞ്ഞില്ലേ? അതൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യും? കണക്റ്റഡ് ആവും. അപ്പോൾ ഏത് റിസ്ക്കാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക? നമ്മൾ പഠിച്ചല്ലേ? ഏത് റിസ്ക്കാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്? അൺസിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ കമ്പനി റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഏത് വെച്ചിട്ടും മാനേജ് ചെയ്യുക. ഈ പോർട്ട്ഫോളിയോ വെച്ച് ആസ് എ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഏത് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാം? ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെച്ചിട്ട് പോർട്ട്ഫോളിയോ വെച്ചിട്ട് എന്ത് ചെയ്യുക? മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം റിസ്ക് ഈസ് മിനിമൈസ്ഡ് വിത്ത് ദ ഡൈവേഴ്സിഫിക്കേഷൻ. പിന്നെ ലാസ്റ്റ് പോയിന്റ് ഉണ്ട്. ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കുക. ഇതിന് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. കാൽക്കുലേഷനും ചെയ്യേണ്ട, അതിന് യൂസ് ചെയ്യുന്ന ടൂൾ ഉണ്ടല്ലേ? നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയില്ലേ? അതേപോലെ ലീനിയർ റിഗ്രഷൻ എന്നൊക്കെ പറയില്ലേ? അതേപോലെ ഇതിന് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. അതിൽ നമ്മൾ നോക്കണം എന്താണ്? നെഗറ്റീവ് കോറിലേഷൻ. ഇപ്പോൾ ഹോസ്പിറ്റൽ റെസ്റ്റോറൻറ്റ് എന്ത് റിലേഷനാണുള്ളത്? പോസിറ്റീവ് റിലേഷൻ ആണോ? നെഗറ്റീവ് റിലേഷൻ. ഇങ്ങനത്തെ നെഗറ്റീവ് റിലേഷനുള്ള സ്റ്റോക്കുകളെ കണ്ടുപിടിക്കാൻ നമ്മളിവിടെ ഏത് സ്റ്റാറ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരു ബെറ്റർ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റാറ്റിക്സ് മോഡലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യും? ചോദിക്കും. ഏതാണ് യൂസ് ചെയ്യേണ്ടത്? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ലോ ഓർ നെഗറ്റീവ് കോറിലേഷൻ. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് റിലേഷൻ വരുന്ന സംഭവം. കാരണം ഒന്ന് കൂടുമ്പോൾ മറ്റേ എന്ത് ചെയ്യണം? ഒന്ന് കുറയുമ്പോൾ മറ്റേ എന്ത് ചെയ്യണം? കൂടണല്ലേ? അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് റിലേഷനുള്ള സ്റ്റോക്കുകളെ കണ്ടുപിടിക്കാനാണ് ഏത് യൂസ് ചെയ്യുക നമ്മൾ? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്താൽ പോരടാ. ഒരു 2 കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുക്കുക. എന്നിട്ട് ഈ കമ്പനിയുടെ സ്റ്റോക്ക് കുറയുമ്പോൾ മറ്റേത് എന്താവണം എന്നുള്ളത് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവർ തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണോ നെഗറ്റീവ് റിലേഷൻ ആണോ. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് നോക്കിയിട്ടാണ് ചെയ്യുക. കമ്പനിയുടെ എന്ത് എടുത്ത് നോക്കും? ഹിസ്റ്ററി എടുത്ത് നോക്കും. ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ട് ഒരു 5 കമ്പനികൾ എടുക്കും. ഇത് 5 കമ്പനിയിൽ ഫോർ എക്സാമ്പിൾ 2 കമ്പനിയുടെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഈ കമ്പനിയുടെ 50 സ്റ്റോക്ക് വാല്യൂ ആകുമ്പോൾ ഇതിൻ്റെ 60 നിൽക്കുന്നത് ഇപ്പം നിലവിൽ. ഇതിൻ്റെ 48 ആകുമ്പോൾ ഇതിൻ്റെ 65 ആവുന്നുണ്ട്. ഇതിൻ്റെ 40 ആകുമ്പോൾ ഇത് 80 ആവുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താ? നിങ്ങൾ നോക്കി നോക്കിയപ്പോൾ ഈ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്?
ഇത് കുറയുമ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇത് കുറയുമ്പോൾ വീണ്ടും ഇതെന്ത് ചെയ്യാണ്, കൂടുകയാണ്. അപ്പോൾ ഒരു 10 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ കമ്പനികൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഏത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, കോയിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ വെച്ച് കണ്ടുപിടിക്കാനേ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലായി, ഈ കമ്പനികൾ തമ്മിൽ എന്ത് ഡയറക്ഷനാണ് വരുന്നത്, നെഗറ്റീവാണ്. അപ്പോൾ ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ കമ്പനികളൊക്കെ അനലൈസ് ചെയ്ത് ഡിഫറെൻറ്റ് കമ്പനീസിനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുക, പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കും, നിങ്ങൾ കുറച്ച് ട്രേഡിങ് തുടങ്ങി കഴിഞ്ഞാൽ ട്രേഡിങ് അറിയുന്ന ഒരാൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളെ പോർട്ട്ഫോളിയോ ഒന്ന് കാണിച്ചു തരുന്നു. എന്ത് ചോദിക്കുക നിങ്ങളോട്, അല്ല നിങ്ങളെ ആപ്പ് ഒന്ന് കാണിച്ചു തരും എന്നല്ല ചോദിക്കുക. നിങ്ങളോട് എന്ത് ചോദിക്കുക, നിങ്ങളെ പോർട്ട്ഫോളിയോ ഒന്ന് കാണിച്ചു തരും, നിങ്ങൾ എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യുന്നതാണ് നിങ്ങളോട് എന്ത് ചെയ്യുക, ഒരു ട്രേഡർ നിങ്ങളോട് എന്ത് ചെയ്യുക ചോദിക്കുക. അപ്പോൾ നിങ്ങളെ പോർട്ട്ഫോളിയോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, എക്സ്പോസ് ചെയ്യണമെന്നില്ല. കാരണം നിങ്ങൾ ആ പോർട്ട്ഫോളിയോ വെച്ചിട്ടാക്കാരം ലാഭം എന്ത് ചെയ്യുന്നുണ്ടാവുക, ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പോൾ ആരും ഒരു സ്റ്റോക്ക് ട്രേഡർ ആളെ എന്ത് എക്സ്പോസ് ചെയ്യില്ല, പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോ കാണിച്ചു തരില്ല. കാരണം ആളെ ട്രേഡിങ് സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചല്ലേ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യാതിരിക്കുക ചെയ്യുക, കാണിച്ചു കൊടുക്കാതിരിക്കുകയാണ് എന്ത് ചെയ്യുക. കാരണം ആൾ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയാലേ അത് അങ്ങനെ വെറുതെ കാണിച്ചു തരില്ലല്ലോ. എനിക്കില്ല, ഞാൻ ഒഴിവാക്കി ഫുള്ള് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു.